നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോ ആയ NCERT ക്ലാസ് 8 ഹിന്ദി മൽഹാർ ചാപ്റ്റർ 8 നയേ മെഹ്മാൻ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയേ മെഹ്മാൻ, മെഹ്മാൻ മീൻസ് ന്യൂ ഗസ്റ്റ്, പുതിയ അതിഥികൾ എന്നാണ് മീനിങ്. किराए के एक छोटे से मकान में अनेक असुविधाओं और गर्मी से परेशान घर के लोग रात में सोने की तैयार कर रहे हैं. കിരായ മീൻസ് വാടകയ്ക്കെടുത്ത ചെറിയൊരു ബിൽഡിങ്ങിൽ, മക്കാൻ മീൻസ് ബിൽഡിങ്, അസുവിധാവും മീൻസ് ഇൻകൺവീനിയൻസ് അസൗകര്യങ്ങൾ, പരേശാൻ മീൻസ് ബുദ്ധിമുട്ടുക. കിരായയ്ക്ക് ഏക്ക് ചോട്ടേസെ മക്കാൻമേ, വാടകയ്ക്കെടുത്ത ചെറിയൊരു ബിൽഡിങ്ങിൽ, അനേക അസുവിധാവും അവർ ഗർമീസെ പരേശാൻ, ഒരുപാട് ഇൻകൺവീനിയൻസോടുകൂടിയും അതുപോലെ അസൗകര്യങ്ങളോടുകൂടിയും അതുപോലെ തന്നെ ചൂടും കാരണം ബുദ്ധിമുട്ടുന്ന ഒരു വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. തബി അചാനക് ദോ ഏസെ മെഹ്മാൻ ആ ജാത്ത ഹെ, അപ്പോഴാണ് അവിടേക്ക് പെട്ടെന്ന്, അചാനക് മീൻസ് പെട്ടെന്ന്, ദോ ഏസെ മെഹ്മാൻ രണ്ട് പുതിയ മെഹ്മാൻ ഗസ്റ്റുകൾ അങ്ങോട്ട് വരുന്നത്. ജിനേം ഗർക്ക കോയി വ്യക്തി നെഹിം ജാൻത ഹെ, അവരെ ആ വീട്ടുകാർക്ക് അറിയുകയുമില്ല. മാനെ ന മാൻ മേ തെര മെഹ്മാൻ വാലി സ്ഥിതി ഹോ ജാത്തി ഹെ, അപ്പോഴാണ് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. മാനെ ന മാൻ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ഗസ്റ്റാണ് എന്ന സിറ്റുവേഷൻ, സ്ഥിതി മീൻസ് സിറ്റുവേഷനിൽ അത് എത്തുകയും ചെയ്തു. കാരണം ആ വന്ന ഗസ്റ്റുകളെ കുറിച്ച് ആ വീട്ടുകാർക്ക് അറിവില്ല, അവരാരാണെന്ന് അറിയില്ല. संकोचवश उनकी गादरदारी में जुटा एक आधुनिक शहरी मध्यवर्गीय परिवार किन परेशानियों से जूझता है, हम इसका जीवंत चित्रण उदय शंकर भट्ट के नए मेहमान एकांगी में देख सकता है. സങ്കോചവശ, മടിയോടുകൂടി, ഉൻകി ഗാദർദാരിമേം, ആ ഒരു ഹോസ്പിറ്റാലിറ്റി, അവരോടുള്ള ആതിഥ്യ മര്യാദയോടുകൂടി അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന, ഏക ആധുനിക് ഷഹരി, ഒരു പുതിയ നഗരത്തിലെ, മധ്യവർഗീയ പരിവാർ, മിഡിൽ ക്ലാസ് കുടുംബത്തിലെ ആ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ഹം ഇസ്ക ജീവന്ത് ചിത്രൻ ഉദയശങ്കർ ഭട്ട് കെ നയേ മെഹ്മാൻ ഏകാംഗി മേ ദേഖ് സക്തേ ഹെ, അവരുടെ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ആ ഒരു ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഉദയശങ്കർ ഭട്ടിൻ്റെ നയേ മെഹ്മാൻ എന്ന ഏകാംഗി മീൻസ് നാടകം, ഡ്രാമ, ഈ ഒരു നാടകത്തിൽ അവരുടെ ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ഒരു ജീവിത ചിത്രം തന്നെ നമ്മൾക്ക് കാണിച്ചു തരുന്നു. പാത്രപരിചയം മീൻസ് ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വിശ്വനാഥ് ഗൃഹപതി, നന്നേമൽ ബാബുലാൽ അതിഥി, പ്രമോദ് കിരൺ വിശ്വനാഥ് കെ ബച്ച, വിശ്വനാഥിൻ്റെ മക്കൾ, ആഗം തുങ്ക് രേവതി കബായ്, രേവതി വിശ്വനാഥ് ക പത്നി, അതായത് ആ വീട്ടിലെ ഗൃഹനാഥനാണ് വിശ്വനാഥ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രേവതി. ഇവരുടെ രണ്ടുപേരുടെയും മക്കളാണ് പ്രമോദും കിരണും. ആഗം തുങ്ക് രേവതിയുടെ ബ്രദറാണ്, പ്രമോദും കിരണും വിശ്വനാഥ്, നന്നേമല്ലും ബാബുലാലും അവിടുത്തെ ഗസ്റ്റുകളും, അവിടേക്ക് എത്തിയ രണ്ട് പുതിയ ഗസ്റ്റുകളും ആണ്. സ്ഥാൻ മീൻസ് സ്ഥലം, എവിടെയാണിത് നടക്കുന്നതെന്നാണ്. ഭാരത് കാ കോയി ബഡാ നഗർ, ഭാരതത്തിലെ ഏതോ ഒരു വലിയ നഗരമാണ്. ഗർമിക്ക് ഋതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ സീസണാണ്. രാത് കെ 8 ബജെ കാ സമയം, രാത്രി 8 മണിയായിരിക്കുന്നു. കമരയ്ക്ക് പൂർവ്വക്ക് ഓർ ദോർ ദർവാജെ ഹെ, കമരയ്ക്ക് പൂർവ്വ മീൻസ് കിഴക്ക് ഭാഗത്തായിട്ട് 2 വാതിലുകളുണ്ട്. ദർവാജെ മീൻസ് ഡോർ, വാതിലുകൾ. ദക്ഷിൺ കാ ദ്വാര ബാഹർ ആനെ ജാനെ കെ ലിയെ, ദക്ഷിൺ കാ മീൻസ് ഒരു സൗത്ത് ഭാഗത്തേക്കായിട്ട്, പുറത്തേക്ക് പോകാനായിട്ട്, വരാനായിട്ടും വാതിലുകളുണ്ട്. പശ്ചിം കാ ദ്വാര, പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, ദക്ഷിൺ മീൻസ് സൗത്താണ്, പശ്ചിം മീൻസ് വെസ്റ്റാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് ഉള്ള വാതിൽ അകത്തേക്ക് തുറന്നിട്ടിരിക്കുന്നു. അകത്തേക്ക് വരാനായിട്ടുള്ള വാതിലാണ് പശ്ചിം വെസ്റ്റ് ഭാഗത്തായിട്ടുള്ളത്. ഉത്തർ കി ഓർ ഏക്ക് മേജ് ഹെ, ഉത്തർ മീൻസ് നോർത്ത് ഭാഗത്തായിട്ട് ഒരു മേജ്, ടേബിൾ വെച്ചിട്ടുണ്ട്. ജിസ് പർ കുച്ച് കിതാബും അവർ അഖ്ബാർ രഖ് ഹെ, ആ ടേബിളിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബുക്കുകളും അതുപോലെ തന്നെ അഖ്ബാർ മീൻസ് ന്യൂസ് പേപ്പറും വെച്ചിട്ടുണ്ട്. പാസ് ഹി ദോ കുർസിയാം, അതിൻ്റെ അടുത്തായിട്ട് ഒരു കുർസി, കസേര വെച്ചിട്ടുണ്ട്. പശ്ചിം ദ്വാര കെ പാസ് ഏക്ക് പലങ്ക് ബിജാ ഹെ, പശ്ചിം ദ്വാർ മീൻസ് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു പലങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടക്ക, ബെഡ് വിരിച്ചിട്ടിട്ടുണ്ട്. മേജ് പർ രഖാ ഹുവ പുരാന പങ്ക ചൽ രഹാ ഹെ, മേശയിൽ വച്ചിരിക്കുന്ന, ടേബിളിൽ വച്ചിരിക്കുന്ന ഒരു പുരാന പങ്ക് മീൻസ് വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഫാൻ,
ഓണായിട്ടിരിക്കുന്നു. ജിസെ ബഹുത്ത് കം ഹവ ആ രഹി ഹെ, അതിൽ നിന്നും വളരെയധികം കുറഞ്ഞ കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കമര ബേഹദ് ഗരം ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റൂം എന്ന് പറയുന്നത് വളരെയധികം, ബേഹദ് മീൻസ് ബഹുത്ത്, വളരെയധികം ചൂടായിട്ടാണ് ഇരിക്കുന്നത്. മക്കാൻ ഏക്ക് സാധാരണ ഗൃഹസ്ഥ കാഹെ, അതായത് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിയുടേതാണ്. പലങ്ക് കെ ഊപ്പർ 4-5 സാൽ കാ ഏക്ക് ബച്ച സോ രഹാ ഹെ, കിടക്കയുടെ മുകളിലായിട്ട്, ബെഡിൻ്റെ മുകളിലായിട്ട് 4-5 വയസ്സുള്ള ഒരു കുട്ടി കിടന്നുറങ്ങുന്നു. പങ്കേക്ക് ഹവ കേവൽ ഉസ് ബച്ചേക്കോ ലഗ് രഹി ഹെ, അതായത് പങ്കയുടെ ഫാനിൻ്റെ ആ കാറ്റ് ആ കുട്ടിക്ക് മാത്രം ലഭിക്കാനുള്ള രീതിയിലാണ് ഓണാക്കി വെച്ചിരിക്കുന്നത്. पंख की हवा केवल उस बच्चे के लग रही है फिर भी वह पसीने से തർ രഹി ഹെ, എന്നിട്ടും കൂടി ആ കുട്ടി പസീനേസെ മീൻസ് വിയർപ്പ്, സ്വെറ്റ് കാരണം തർ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞിരിക്കുന്നു, വെറ്റായിട്ടിരിക്കുന്നു, അത്രയ്ക്കധികം ചൂടാണ്. ഫാൻ ഓണാണെങ്കിലും ചൂട് കാരണം ആ കുട്ടി വിയർത്ത് കുളിച്ചിരിക്കുന്നു. ഇസലിയെ വഹ് കബി കബി ബേജൈൻ ഹോ ഉടുത്താ ഹെ ഫിർ സോ ജാത്താ ഹെ, അതുകൊണ്ട് കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേൽക്കുകയും ഉറങ്ങുകയും വീണ്ടും ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. കുർത്ത ധോത്തി പഹനെ ഏക്ക് വ്യക്തി പ്രവേശ് കർത്താ ഹെ, ആ സമയത്താണ് കുർത്തയും മുണ്ടും ധരിച്ച ഒരു വ്യക്തി അങ്ങോട്ട് പ്രവേശിക്കുന്നത്, എൻ്റർ ചെയ്യുന്നത്. പസീനേസെ ഉസ്ക കപ്പടെ തർഹെ, വിയർപ്പ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലോത്ത് നനഞ്ഞിരിക്കുന്നു. കുർത്ത ഉദാർ കർ വഹ് കൂണ്ടി പർ ഡാങ് ദേത്താ ഹെ, അതായത് കുർത്ത ഉദാർക്കർ, കുർത്ത അഴിച്ചുകൊണ്ട്, വഹ് ഗൂണ്ടി പർ ടാങ്ക് ദേത്താഹെ, അവിടെ ഒരു ആങ്കർ പോലെ ആ ഭിത്തിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരാണി, അതിലേക്ക് ഡാങ്കന മത്ലബ് തൂക്കിയിടുക. അവർ ഹാത്തിക്കെ പങ്കോസെ ബച്ചോക്ക് ഹവ കർത്താഹെ, എന്നിട്ട് കൈകൊണ്ട് വീശി കൊടുക്കുകയാണ്. ഒരു പേപ്പർ പോലത്തെ ഒരു വിശറിയുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ആ കുട്ടിക്ക് വീശി കൊടുക്കുകയാണ്. ഉസ്കാ നാം വിശ്വനാഥ് ഹെ, അതാണ് നമ്മുടെ ഗൃഹപതി വിശ്വനാഥ്. ഉമ്ര 45 വർഷക്കാഹെ, വയസ്സ് ഏകദേശം 45 വർഷമുണ്ട്. ഗട്ട ഹുവ ശരീർ, നല്ല ഉറച്ച ശരീരവും, ഗേഹൂ ആ രംഗ് മത്ലബ് കുറച്ച് വെളുത്തിട്ടുള്ള ഒരു നിറവുമാണ്. മുഖപ്പർ ഗംഭീരതാക്ക ചിഹ്നഹെ, മുഖത്ത് വളരെ ഗംഭീരതയുടെ ഒരു ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്ത് ഭാവമാണുള്ളത്? ഗംഭീരതയുടെ ഒരു ഭാവമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉള്ളത്. विश्वनाथ ओ बड़ी गर्मी है, पंखा जोर जोर से करने लगता है, इन बंद मकानों में रहना कितना भयंकर है, मकान है की भट्टी. ഓ ബഡി ഗർമി ഹെ, വളരെയധികം ചൂടാണല്ലോ. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയ്യിലിരിക്കുന്ന ആ പങ്ക, ആ ഒരു വിശറി എടുത്തിട്ട് വളരെയധികം സ്പീഡിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്, കൈകൊണ്ടുള്ള ആ ഒരു വിശറി. ഇൻ ബന്ദ് മക്കാനോമെ രഹന കിത്ന ഭയങ്കർ ഹെ, ഈ അടച്ചിട്ടിരിക്കുന്ന ബിൽഡിങ്ങിൽ താമസിക്കുക എന്നത് എത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഭയങ്കർ ഹെ, മക്കാൻ ഹേക്ക് ബട്ടി, ബിൽഡിംഗ് ആണെങ്കിലോ ഒരു ഫർണൈസ്, ബട്ടി മീൻസ് ഫർണൈസ്, ഒരു ചൂള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫർണൈസ്, തീ കൊണ്ടുള്ള ഒരു ചൂള പോലെയാണ് തോന്നുന്നത്. പശ്ചിം കി ഓർ സെ ഏക്ക് സ്ത്രീ പ്രവേശ് കർത്തി ഹെ, പശ്ചിം ഭാഗത്തായിട്ട്, വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു സ്ത്രീ അകത്തേക്ക് വരുന്നു. ആഞ്ചൽ സെ രേവതി ആഞ്ചൽ സെ മൂഹ് ക പസീന പോൽത്തി ഹുയി, അതായത് സാരിയുടെ ആ ഒരു തുമ്പും കൊണ്ട് മുഖത്ത് വിയർപ്പ് തുടച്ചുകൊണ്ട്, പോഞ്ചത്തി മീൻസ് വിയർപ്പ് തുടച്ചുകൊണ്ട് പറയുകയാണ്. പത്താ തക്ക് നെഹിം ഹിൽ രഹാ ഹെ, അതായത് ഒരു ഇല, ലീഫ്, പത്ത മീൻസ് ലീഫ്, ഒരു ഇല പോലും ഇളകുന്നില്ലല്ലോ. ഹിൽ രഹാ ഹെ മീൻസ് ഇളകുന്നില്ലല്ലോ. ജയ്സെ സാസ് ബന്ദ് ഹോ ജായേഗി, എങ്ങനെയാണ് കാണിക്കുന്നത്? ഒരു ശ്വാസം നിന്നു പോയതുപോലെയാണ്. സിർ ഫട്ട ജാ രഹാ ഹെ, തല, ഫട്ട മീൻസ് പൊട്ടിപ്പോകുന്നു, വേദന കൊണ്ട് തല പൊട്ടിപ്പോകുന്നു. സിർ ദബാത്തി ഹെ, തല അമർത്തിക്കൊണ്ട്, നെറ്റി, ഫോർഹെഡ് അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, തല അമർത്തിക്കൊണ്ട് പറഞ്ഞു, തല വെട്ടിപ്പൊളിയുന്നു, തല വേദനിക്കുന്നു. വിശ്വനാഥ് പാനി പീത്തെ പീത്തെ പേട് ഫുൾ ജാ രഹാ ഹെ, ഫൂല ജാ രഹാ ഹെ എന്ന് പറഞ്ഞാൽ വീർത്ത് വരിക എന്നാണ്. ഫൂല ജാ രഹാ ഹെ, വീർത്ത് വരിക. പാനി പീത്തെ പീത്തെ, വെള്ളം കുടിച്ച് പേറ്റ് മീൻസ് വയറ്, സ്റ്റൊമക്ക്. ഫൂല ജാ രഹാ ഹെ മീൻസ് വളരെ വീർത്ത് ഉന്തി വരുന്നു. അവർ പ്യാസ് ഹേ കി ബൂജ്നെ ക നാം നെഹി ലെത്തി, എന്നാലോ ദാഹത്തിന് ഒട്ടും കുറവും
ഇല്ല. ദാഹത്തിനൊട്ടും കുറവുമില്ല. വെള്ളം കുടിച്ച് വയറ് വീർത്തിരിക്കുന്നു, എന്നാലോ ദാഹത്തിനൊട്ടും കുറവും തോന്നുന്നില്ല. അബി 4 ഗിലാസ് പീക്കർ ആയാഹും, ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരുന്നതാണ്. ഫിർബി ഹോണ്ട് സൂഖ് രഹേ. ഹോണ്ട് മീൻസ് പിന്നെയും, ഹോണ്ട് മീൻസ് ചുണ്ട്, ലിപ്സുകൾ ഉണങ്ങി വരണ്ടിരിക്കുന്നു. സൂഖ് രഹേ മീൻസ് ഉണങ്ങിയിരിക്കുന്നു. ഏക്ക് ഗിലാസ് പാനി ഔർ പിലാദോ, ഒരു ഗ്ലാസ് വെള്ളം കൂടി എനിക്ക് കുടിക്കാൻ തരൂ. ടണ്ടാത്തോ ക്യാ ഹോഗ, തണുത്തതായിരുന്നെങ്കിൽ നന്നായിരുന്നു. തണുപ്പായിരുന്നെങ്കിൽ എന്താ പറ്റുക? തണുപ്പായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ പറയുന്നത്. രേവതി ഗരം ഹേ ആംഗൻ മേ ഗഡേ മേ ബി തോ പാനി ടണ്ട നഹീം ഹോത്ത, അതായത് വളരെയധികം ചൂടാണ്. ആംഗൻമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്ത്. ഗഡേ മേ ബീത്തോ, ഗഡേ മീൻസ് പോട്ട്, കുടത്തിൽ പോലും. പാനി ടണ്ട നഹീം ഹോത്ത, കുടത്തിനെ വെള്ളത്തിന് പോലും തണുത്ത വെള്ളം കിട്ടില്ല. ഹവ ലഗേ തബ്തോ ടണ്ട ഹോഗ, കുറച്ച് കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തണുക്കുമായിരിക്കും. ജാനെ കബ് തക് ഇസ് ജയിൽഖാനേമേം സഡ്ന ഹോഗ, അതായത് ആർക്കറിയാം. ജാനെ മീൻസ് ആർക്കറിയാം. കബ് തക് എപ്പോൾ വരെ, ഇസ് ജയിൽഖാനേമേ ഈ ഒരു ജയിലിൽ, സഡ്ന ഹോഗ അഴുകിയിരിക്കേണ്ടി, റോട്ടനായി പോണ്ടി വരും. ഇത്രയും കാലം ഈ ചൂടിൽ നമ്മൾ സഹിച്ച്, ചൂട് കൊണ്ട് നമ്മൾ അഴുകിപ്പോകുമെന്നാണ് പറയുന്നത്. റോട്ടനായി പോകും, നമ്മൾ ചൂടെടുത്ത് നമ്മൾ പുഴുങ്ങി വെന്ത് ചീഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. വിശ്വനാഥ് മക്കാൻ മിൽത്താഹി നെഹീം, വേറൊരു ബിൽഡിങ് നോക്കിയിട്ട് അതാണെ കിട്ടുന്നുമില്ലല്ലോ. ആജ് 2 സാൽ സെ ദിൻ രാത് ഏക്ക് കർക്കെ ഡൂണ്ട് രഹാഹും, ഇപ്പോൾ 2 വർഷമായിട്ട് രാത്രിയും പകലും മാറി മാറി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡൂണ്ട് രഹാഹു എന്ന് പറഞ്ഞാൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേറെ ബിൽഡിങ് കിട്ടാനില്ല. പാനീത്തോ ലേയാവോ ജര ഗലാഹി തർക്കർലും, പാനീത്തോ ലേയാവോ കുറച്ച് വെള്ളം കൊണ്ടുവരും. ജര ഗലാഹി തർക്കർലും, ഗള മീൻസ് തൊണ്ടയൊന്ന്, തർ മീൻസ് നനയ്ക്കുക. ഞാൻ എൻ്റെ തൊണ്ടയെങ്കിലും നനയ്ക്കട്ടെ. രേവതി ബരഫ് ലേയാത്തെ പർ ബരഫ് പി കോയി കഹാ തക് പിയേ, ബരഫ് മീൻസ് നല്ല തണുത്ത ഐസ് പോലത്തെ വെള്ളം. ഐസ് കൊണ്ടുവരാം, പക്ഷേ അതും എത്ര കണ്ടാണ് കുടിക്കുന്നത്. ബരഫ് പി കോയി കഹാൻ തക് പിയേക, എത്ര കണ്ടാണ് ആ തണുത്ത വെള്ളവും നമ്മൾ കുടിക്കുക. വിശ്വനാഥ് ബരഫ് ഐസോ, ബരഫ് കാ പാനി പീനെ സെ ക്യാ ഫായദ, അത്രയ്ക്കും തണുത്ത വെള്ളം കുടിച്ചിട്ട് എന്ത് കിട്ടാനാ. പ്യാസ് ജയ്സേ കി തൈസി, ദാഹം എത്രയുണ്ടോ അങ്ങനെ തന്നെയുണ്ട്. ബൽക്കി ദുഗുനി ലഗ്തി ഹെ, എന്നാൽ ഐസിൻ്റെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീടും ഇരട്ടിയായിട്ടാണ്, ദുഗുനി മീൻസ് ഡബിൾ ആയിട്ടാണ് ദാഹം തോന്നുക. ഓഹ് ലോ പങ്ക കർലോ ബച്ചേ ക്യാ ഊപ്പർ ഹെ, ഓഫ് ലോ കൊണ്ടുവാ, പങ്ക കർലോ ആ ഒരു കാറ്റ്, ഫാൻ ഓണാക്കുക അല്ലെങ്കിൽ കാറ്റ് വീശ്. ബച്ചേ ക്യാ ഊപ്പർ ഹെ, മറ്റു കുട്ടികളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അവരെവിടെയാ, മുകളിലാണോ. രേവതി രഹനേതോ തുമി കരോ, പങ്ക എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളൂ. തുമി രഹനേതോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളൂ, എനിക്ക് വേണ്ട. തുമി കരോ നിങ്ങൾ എടുത്തോളൂ. ചത്ത് ഇത്തിനി ചോട്ടി ഹേക്കി പൂരി ഗാട്ടേം ബീത്തോ നെഹി മാത്തി ഹെ, ചത്ത് മീൻസ് റൂഫ്, ചോട്ടി ഹേക്കി റൂഫ് ഇത്രയും ചെറുതായതിനാൽ, പൂരി ഗാട്ടേംബി തോ നെഹി മാത്തി ഹെ എല്ലാ കട്ടിലുകളും അവിടെ വരില്ല. ഗാട്ടെ മീൻസ് കട്ടിൽ. ഏക്ക് ഗാട്ട് പർ ദോ 3 ബച്ചേ സോത്തേ ഹെ, ഒരു കട്ടിലിൽ തന്നെ 2 3 മക്കളാണ് ഉറങ്ങുന്നത്. തബ്ബി പൂരി നെഹിം പടുത്താ ഹെ, എന്നാൽ കൂടി അവർക്ക് എല്ലാവർക്കും ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, കിടക്കാൻ സാധിക്കുന്നില്ല. അതായത് ആ ഒരു റൂഫിൻ്റെ മുകളിലാണ് കുട്ടികൾ കിടക്കുന്നത് ചൂട് കാരണം. എന്നാലും റൂഫ് ഇത്രയും ചെറുതായത് കാരണം അവർക്കുള്ള കട്ടിലുകൾ അവിടെ ഇടാൻ സാധിക്കുന്നില്ല, റൂഫ് ചെറുതായതുകൊണ്ട്. ഒരു കട്ടിൽ തന്നെ 3-4 കുട്ടികളാണ് കിടക്കുന്നത്, എന്നിട്ടും കൂടി അവർക്ക് കിടക്കാൻ സ്ഥലം തികയുന്നില്ല എന്നാണ് പറയുന്നത്. വിശ്വനാഥ് ഏക് യഹ് പടോസി ഹെ നിർദയി ജോ खाली छत पड़ी रहने पर भी बच्चों के लिए एक गाट नहीं बिछाने देंगे. एक यह पड़ोसी है, പടോസി മീൻസ് നൈബർ, നമ്മുടെ ഒരു നൈബർ ഉണ്ട്, നിർദയി, ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അവർ, ഒരു ദയവുമില്ല അവർക്ക്. ജോ കാലി ചത്ത് പടി രഹനെ പർബി, അവർക്ക് കാലി ചത്ത്, അവരുടെ ചത്ത് ശൂന്യമാണ്, അവിടെ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ചത്ത് അവർക്ക് ഉണ്ടായിട്ടും കൂടി
ബച്ചോം കെ ലിയെ ഏക് ഗാട്ട് നെഹിം ബിജാനെ ദേങ്കെ. കുട്ടികൾക്കായിട്ട് ഒരു കട്ടിൽ അവിടെ ഇടാൻ അവർ സമ്മതിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നൈബറിൻ്റെ വീട്ടിൽ അവരുടെ റൂഫ് ആരും ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും വിശ്വനാഥിൻ്റെ കുട്ടികൾക്കായിട്ട് ഒരു കട്ടിൽ അവിടെ ഇടാൻ അവർ സമ്മതിക്കുന്നില്ല എന്നാണ് ഇവിടെ വിശ്വനാഥ് പറയുന്നത്. രേവതി वे तो हमको मुसीबत में देखकर प्रसन्न होते ही उस दिन मैंने कहा तो लाला की औरत बोली, क्या छत तुम्हारे लिए? नकद 50 देते हैं तब 4 गाटों की जगह मिली है. രേവതി അപ്പോൾ പറയുകയാണ്, വേ തോ ഹംകോ മുസീബത്ത് മീൻസ് നമ്മളുടെ കഷ്ടപ്പാട്, ട്രബിൾസ് കാണുന്നത് കൊണ്ട് അവർ പ്രസന്ന ഹോത്താ ഹെ, നമ്മളുടെ കഷ്ടപ്പാട് കണ്ടാൽ അവർക്ക് സന്തോഷം വരികയാണ് ചെയ്യുന്നത്. പ്രസന്ന ഹാപ്പി, അവർ ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത്. ഉസ് ദിൻ മേനെ കഹാത്തോ, ആ ദിവസം ഞാൻ ചോദിച്ചപ്പോൾ, ലാലാക്കി ഉസ് ദിൻ മേനെ കഹാത്തോ ലാലാക്കി ഔരത്ത്, ഞാൻ ലാലാക്കി ഔരത്ത് എന്ന് പറഞ്ഞാൽ ലാലയുടെ വൈഫിനോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ക്യാ ചത്ത് തുമാരെ ലിയേ ഹേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്? നഖത് 50 ദേത്തെ ഹേ, നഖത് മീൻസ് പൈസ, 50 ദേത്തെ ഹേ 50 രൂപ തരൂ, തബ് 4 ഗാട്ടോം കി ജഗ മിലി ഹേ, അപ്പോൾ ഈ 4 കട്ടിലുകളും ഇടാനുള്ള ജഗ മീൻസ് പ്ലേസ് നിങ്ങൾക്ക് തരാം. ന ബാബ യഹ് നെഹിം ഹോ സകേഗ, ഇല്ല ബാബ, ഇല്ല ദൈവമേ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. യഹ് നെഹിം ഹോ സകേഗ, അത്രയും പൈസയൊന്നും നമ്മളുടെ കയ്യിൽ കൊടുക്കാനില്ല, അത് കഴിയില്ല. യഹ് നെഹിം ഹോ സകേഗ മീൻസ് അത് കഴിയില്ല. മേ ഗാട്ട് നെഹിം ബിജാനെ ദൂങ്കി, ഞാൻ അവിടെ കട്ടിൽ ഇടുന്നില്ല, വിരിച്ചിടുന്നില്ല. സബ് ഹവ രുക് ജായേഗി, എല്ലാ ഹവയും, ഹവ മീൻസ് കാറ്റും നിന്നു പോയേക്കും. ഉനേം ഔർ കിസി കോ സോത്താ ദേക്കർ നീന്ത് നെഹിം ആത്തി ഹേ, അവർക്ക് മറ്റുള്ളവർ ഉറങ്ങുന്നത് കാണുന്നത് സഹിക്കാൻ കഴിയില്ല, അത്രയധികം ക്രൂവലാണ് ആ പേഴ്സൺ എന്നാണ് രേവതി പറയുന്നത്. അതായത് നമ്മളുടെ കഷ്ടപ്പാടുകൾ കാണുന്നത് അവർക്ക് വളരെയധികം സന്തോഷമാണ്. ഒരു ദിവസം ഞാൻ ലാലയുടെ വൈഫ്, ഔരത്ത് മീൻസ് ലാലയുടെ വൈഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ ചത്ത് നിങ്ങളുടേതാണോ? നിങ്ങൾ പൈസ 50 രൂപ തരൂ, ഞാൻ നിങ്ങൾക്ക് 4 കട്ടിലുകൾ വിരിച്ചിടാനുള്ള സ്ഥലം തരാം. എന്നാൽ അത്രയധികം റിച്ച് അല്ലായിരുന്നു ഈ വിശ്വനാഥിൻ്റെ ഫാമിലി. 50 രൂപ കൊടുക്കാൻ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു വേണ്ട, അവർക്ക് മറ്റുള്ളവർ ഉറങ്ങുന്നത് കാണുന്നത് സഹിക്കാൻ കഴിയില്ല എന്നാണ് രേവതി പറയുന്നത്. വിശ്വനാഥ് पर बच्चों के सोने में क्या हर्ज है, जरा आराम से सो सकेंगे कहो तो मैं कहूँ. पर बच्चों के सोने में क्या हर्ज है, ഹർജ് മീൻസ് എന്താണ് കുഴപ്പം, എന്താണ് പ്രശ്നം. पर बच्चों के सोने में, പക്ഷെ കുട്ടികൾ അവിടെ ഉറങ്ങുന്നത് കൊണ്ട് എന്ത് ദോഷമാണുള്ളത്? ഹർജ് മീൻസ് ദോഷം, കുട്ടികൾ അവിടെ കിടക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നമാണ് ഉള്ളത്. ജര ആരാംസെ സോ സകേങ്കി, അവർക്ക് കുറച്ച് ആരാമായിട്ട് വളരെ ആശ്വാസത്തോടെ അവിടെ കിടന്നുറങ്ങാൻ സഹായിക്കില്ലേ? കഹോത്തോ മേ കഹും, പറയണമെങ്കിൽ ഞാൻ പറയാം അവരോട്. രേവതി ക്യാ ഫായദ, എന്തു കാര്യമാണ് പറഞ്ഞിട്ട്? അഗർ ലാല മാൻ ബി ലഗാത്തോ, അതായത് ആ ലാല എന്ന് പറയുന്നത് അടുത്തുള്ള വീട്ടിലെ ഓണറാണ്, അദ്ദേഹത്തോട് പറഞ്ഞാൽ, അദ്ദേഹം അനുവദിച്ചാൽ കൂടിയും വഹ് നെഹിം മാനേഗി, അദ്ദേഹത്തിൻ്റെ ഭാര്യ സമ്മതിക്കില്ല. വൈസേ ബി മേം ഉസ്കി ചത് പർ ബച്ചോം കോ അകേല സോന പസന്ദ് നെയ് കരൂങ്കി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു റൂഫിൻ്റെ മുകളിൽ ഞാൻ കുട്ടികളെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ വിടുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. പസന്ദ് നെഹിം കരൂങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർ ആ ഒറ്റയ്ക്ക് ആ വീടിൻ്റെ റൂഫിൽ പോയി കിടക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. വിശ്വനാഥ് ഫിർ ജാനേദോ, എന്നാൽ അത് വിട്ടേക്കും. മേ നീച്ചെ ആംഗൻ മേ സോ ജായ കരൂങ്ക, ഞാൻ താഴെ മുറ്റത്ത് ഉറങ്ങാൻ പോവുകയാണ്. കമരമേ ബല ക്യാ സോയാ ജായേഗ, വെറുതെ എന്തിനാണ് ഈ റൂമിൽ, ഇത്രയും ചൂടുള്ള റൂമിൽ കിടന്നുറങ്ങുന്നത്, എന്ത് കിട്ടാനാണ്. മേ കബി കബി സോച്താഹും യദി കോയി അതിഥി ആ ജായേ തോ ക്യാ ഹോഗ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോച്താഹും മീൻസ് ചിന്തിക്കാറുണ്ട്. യദി കോയി അതിഥി ആ ജായേ തോ ക്യാ ഹോഗ, ഇവിടേക്കെങ്ങാനും അതിഥികൾ ഗസ്റ്റുകൾ വന്നാൽ എന്ത് ചെയ്യും? അത്രയും ചെറിയ ബിൽഡിംഗ് ആണ്, ഈ ചൂടത്ത് എവിടെ പോയി അവരെ കിടത്തും എന്നാണ് ചോദിക്കുന്നത്. रेवती ईश्वर करे इन दिनों कोई मेहमान ना आए, मैं तो वैसे ही गर्मी के मारे मर रही हूँ. पिछले 15 दिन से दर्द के मारे सिर
रहा है मैं ही जानती हूँ जैसे रोटी बनाती हूँ. രേവതി പറയാണ്, ഈശ്വർ കരേ ഇൻ ദിനോം കോയി മെഹ്മാൻ ന ആയേ. ഈശ്വരൻ്റെ ആ ഒരു കൃപ കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഒരു ഗസ്റ്റും വന്നിട്ടില്ല. മേം തോ വൈസേ ഹി ഗർമി കെ മാരെ മർ രഹി ഹും. ഞാൻ എന്താ പറയുന്നത്, ഞാനും ഈ ഒരു ചൂടിൻ്റെ കാഠിന്യം കാരണം ഞാനും ചിലപ്പോൾ മരിച്ചു പോകും, അത്രയധികം ചൂടാണ്. പിച്ചലെ 15 ദിൻ സെ ദർദ് കെ മാരെ സിർ ഫട്ടാ രഹാ ഹെ. ഈ കഴിഞ്ഞ 15 ദിവസവും വേദന കൊണ്ട് എൻ്റെ തല പൊട്ടിപ്പോവുകയാണ്. ഫട്ട് രഹാ ഹെ മീൻസ് പൊട്ടിപ്പോവുകയാണ്. മേ ഹി ജാൻതി ഹും ജയ്സെ റൊട്ടി ബനാത്തി ഹും. എങ്ങനെയാണ് റൊട്ടി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ, അത്രയധികം വേദനയാണ്. വിശ്വനാഥ് സാരേ ഷഹർ മേൻ ജയ്സെ ആഗ് ബറസ് റഹി ഹോ. നമ്മുടെ ഈ എല്ലാ ഒരു നഗരത്തിലും ഇത്രയധികം ചൂടാണ്, തീമഴ പെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതികഠിനമായ ചൂടാണ്. ആഗ് ബറസ് മീൻസ് തീമഴ, രഹീഹോ പെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഇത്രയും ചൂട് ഉണ്ട്. യഹാങ്കി ഗർമി സേ തോ ഈശ്വർ ബജായെ. ഇവിടുത്തെ ഗർമിയിൽ നിന്ന്, ഇവിടുത്തെ ചൂടിൽ നിന്ന് ഈശ്വരൻ രക്ഷിക്കട്ടെ. ഇസ്ലിയെ യഹാം ഗർമിയോമേ സബി സമ്പന്ന ലോക് പഹാഡോം പർ ചലെ ജാത്ത ഹെ. അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ആളുകളെല്ലാം കൂടെ ചൂട് കാലം വരുമ്പോൾ, സമ്മർ സീസൺ വരുമ്പോൾ ഇവിടുത്തെ സമ്പന്ന ലോക, വെൽത്തി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പഹാഡോം പർ ചലെ ജാത്തേ ഹെ. ഇവിടം വിട്ട് പഹാഡോ മീൻസ് ആ ഒരു മല ഏരിയ ഭാഗത്തേക്ക്, ഹില്ലി പ്ലേസിലേക്ക് പോകുന്നത്. കാരണം ആ ഒരു ഏരിയയിൽ ഭയങ്കര തണുപ്പ് കൂടിയ പ്രദേശമാണ്. ചൂട് വരുമ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ കാരണവും ഇതായിരിക്കും എന്നാണ് പറയുന്നത്. രേവതി ചലേ ജാത്തേ ഹോങ്കെ ഗരീബോം കി തോ മൗത്ത് ഹേ. അതായത് പോകുന്നവരെല്ലാം പോകും, കാരണം അവർ പൈസക്കാരാണല്ലോ. ഗരീബോം കി തോ മൗത്ത് ഹേ. പാവപ്പെട്ടവർ ഇവിടെ കിടന്ന്, മൗത്ത് മീൻസ് മരിക്കുകയേ ഉള്ളൂ. രേവതി ജാത്തി ഹെ. രേവതി പോകുന്നു. ബച്ച ഗർമി സെ ഗബര ഉടുത്താ ഹെ. കുട്ടി അവിടെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി ചൂട് കാരണം ഞെട്ടി എഴുന്നേക്കുന്നു, പേടിച്ചെഴുന്നേക്കുന്നു. വിശ്വനാഥ് ജോർസെ പങ്ക കർത്താഹെ. വിശ്വനാഥൻ കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശിക്കൊടുക്കുന്നു. വിശ്വനാഥ് ഇൻ സുകുമാർ ബാലകോം ക ക്യാ അപരാധ് ഹെ. ഈ നിഷ്കളങ്കം, സുകുമാർ ബാലകോ മീൻസ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഈ കുട്ടികൾ എന്ത് അപരാധ്, തെറ്റാണ് ചെയ്തത്. ഇന്നോനെ ക്യാ ബിഗാഡ ഹെ. ഇവർ എന്ത് നാശമാണ് ചെയ്തിട്ടുള്ളത്. തമാം ശരീർ മാരെ ഗർമിക്ക് ഉബൽ ഉഡാഹെ. ആ ഒരു ചെറിയൊരു ശരീരം, നിഷ്കളങ്കമായ ആ ഒരു ചെറു ശരീരം ചൂട് കാരണം അവർ വളരെ കഷ്ടത അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. രേവതി പാനി ക ഗിലാസ് ലേക്കർ ആത്തി. രേവതി ഒരു ഗ്ലാസ് നിറച്ച് വെള്ളവുമായിട്ട് അങ്ങോട്ട് വന്നു. രേവതി ബഡാ കാ തോ അഭി തക് ബുരാ ഹാലെ. അതായത് അവരുടെ മൂത്ത മകൻ ഇപ്പോഴും മോശം സിറ്റുവേഷനിലാണുള്ളത്. അബ്ബി കബി കബി ദേഹ് ഗരം മോജാത്തി ഹെ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരുടെ ശരീരം ചൂടാവാറുണ്ട്, അവൻ്റെ ശരീരത്തെ ഇപ്പോഴും ചൂട് വിട്ടുമാറിയിട്ടില്ല. വിശ്വനാഥ് പാനി പീക്കർ. വെള്ളം കുടിച്ചുകൊണ്ട്. ഉസ്നെ ക്യാ കം ബിമാരി ഭോഗി. അവന് എപ്പോഴാണെന്ന് ഈ അസുഖം കുറയുന്നത്. പൂരെ 3 മഹീനെ തോ പടാ രഹാ ഹെ. അസുഖം പിടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസമായിട്ടുണ്ട്. 3 മഹീനെ മീൻസ് 3 മാസമായിട്ടുണ്ട്. വഹ് തോ കഹോ മേനെ ഉസെ ഷിംല ഭേജ് ദിയ. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് ഷിംല ഹിമാചൽ പ്രദേശ് ഷിംലയിലേക്ക് പറഞ്ഞു വിട്ടത്. നെഹിം തോ നാ ജാനെ. ഇല്ലായിരുന്നെങ്കിലോ. രേവതി ഭഗവാനെ രക്ഷാക്കി. ഭഗവാൻ രക്ഷിച്ചു. ദേഖാ നെഹിം സാമനെ വാലോം കി ലഡ്കി കോ ഫിർ സെ ടൈഫോയിഡ് ഹോ ഓർ വഹ് ചൽ ബസി. സാമനെ വാലോ നമ്മുടെ മുമ്പിലുള്ള പെൺകുട്ടിക്ക് പിന്നീടും വീണ്ടും ടൈഫോയിഡ് വരികയും ആ കുട്ടി മരിക്കുകയും ചെയ്തു. തും കുച്ച് ദിനോ കി ചുട്ടി ക്യൂ നെഹിം ലേത്തെ. നിങ്ങൾ എന്തുകൊണ്ടാണ് കുറച്ച് ദിവസത്തെ അവധി എടുക്കാത്തത്. ചുട്ടി മീൻസ് അവധി എടുക്കാത്തത്. മുജെ ഡർ ഹെ. എനിക്ക് പേടിയാവുന്നുണ്ട്. കഹിം കോയി ബിമാർ ന പട് ജായേ. ആർക്കും അസുഖമൊന്നും വരാതിരിക്കട്ടെ എന്നാണ് രേവതി പറയുന്നത്. രേവതി വിശ്വനാഥനോട് പറയാണ്, നിങ്ങളും കുറച്ച് ലീവ് എടുക്കൂ, അവധി എടുക്കൂ. നമ്മുടെ അടുത്തുള്ള കുട്ടി അസുഖം കാരണം മരിച്ചു പോയിരിക്കുന്നു. ആർക്കും അസുഖമൊന്നും വരാതിരിക്കട്ടെ എന്ന്
രേവതി പറയുകയാണ്. വിശ്വനാഥ് ചുട്ടി കോയി ദേ തബ്ന, അതായത് ആരെങ്കിലും അവധി തന്നാലല്ലേ. ചുട്ടി ലേബി ലൂം തോ ഗർജ് ചാഹിയെ. ഇനി അഥവാ ചുട്ടി അവധി കിട്ടിയെങ്കിൽ പോലും നമ്മുടെ ഗർജ് മീൻസ് എക്സ്പെൻഡിച്ചർ, ചെലവ് നടന്നു പോകണ്ടേ. ഗൈർ തും ആജ് ജാക്കർ ഊപ്പർ സോജാവോ. എന്തെങ്കിലും ആവട്ടെ, നീ ഇപ്പോൾ മുകളിൽ പോയിട്ട് കിടന്നുറങ്ങിക്കോളൂ. മേ ആങ്കൻ മേ ഗാട്ട് ഡാൽക്കർ പടാ രഹൂങ്ക. ഞാനും മുറ്റത്ത് കട്ടിലിട്ട് അതിൽ കിടന്നോളാം. ബച്ചേക്കോ ലേ ജാവോ. കുട്ടി എടുത്തുകൊണ്ട് പോകൂ. യഹ് ഗർമി മേം ബുൻ രഹാ ഹെ. ഈ കുട്ടി ചൂടിൽ കിടന്ന് വറക്കപ്പെടുകയാണ്, ചൂടിൽ വറുത്തെടുത്തതുപോലെ ആവുകയാണ്. രേവതി ബുൻ രഹാ ഹെ മീൻസ് റോസ്റ്റ് ചെയ്യപ്പെടുക. രേവതി യഹ് നെഹിം ഹോ സക്ത. അത് പറ്റില്ല. മേ നീച്ചെ സോജാവുങ്കി. ഞാൻ താഴെ കിടന്നുറങ്ങും. തും ഊപ്പർ ഛത് പർ ജാക്കെ സോജാവോ. താങ്കൾ മുകളിൽ ഛത്തിൽ പോയിട്ട്, റൂഫിൽ പോയിട്ട് കിടന്നോളൂ. ഔർ ഊപ്പർ ബി ക്യാ ഹവാ ഹെ. മുകളിൽ എന്തൊരു കാറ്റാണ്. ചാരോം തരഫ് ദീപാരോ തബ് രഹി ഹെ. താഴെയാണെങ്കിലോ ചാരോം തരഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഭാഗത്തായിട്ടും, ദിവാരോ ഭിത്തി, വാൾ ചൂടായിട്ടിരിക്കുന്നു. തുമീൻ ചാവോ ഊപ്പർ. അതുകൊണ്ട് നിങ്ങൾ മുകളിലേക്ക് പോകൂ. വിശ്വനാഥ് യഹി തോ തുമാരി ബുരി ആദത്ത് ഹെ. അതായത് ഇത് നിൻ്റെ ഒരു ചീത്ത ശീലമാണ്, ഹാബിറ്റാണ്. മീൻസ് ഹാബിറ്റ്, ശീലം. കിസി കാ കഹന ന മാനേഗി. ആരും പറയുന്നത് നീ കേൾക്കാറില്ല. ബസ് അപ്പനി ഹി ഹാങ്കെ ജാവുങ്കി. നിന്റെ ഇഷ്ടത്തിനങ്ങ് നീ പോവുകയാണ് ചെയ്യുന്നത്. 15 दिन से सिर में दर्द हो रहा है. मैं कहता हूँ खुली हवा में सो जाओगी तो തബിയത്ത് ടീക്ക് ഹോ ജായേഗി. 15 ദിവസമായിട്ട് തലവേദനയാണെന്ന് പറയുന്നുണ്ട്. മേ കഹത്താഹും. ഞാൻ നിന്നോട് പറയുന്നുണ്ട്. ഗുലി ഹവാമേ. തുറന്നിട്ടിരിക്കുന്ന ആ ഒരു ഓപ്പൺ പ്ലേസിൽ കിടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഓപ്പൺ എയറിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ശരിയാകും എന്ന് ഞാൻ നിന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് മുകളിൽ പോയി കിടന്നുറങ്ങിക്കോളും. രേവതി തും തോ വ്യർത്ഥ കാ ജിദ് കർത്തേ ഹോ. നീ വെറുതെ, ജിദ് മീൻസ് ശാഠ്യം പിടിക്കുകയാണ്. ബല യഹ മാങ്കൻ മേ തുമേ നീന്ത് ആയേഗി. അതുപോലെ തന്നെ ഇവിടെ മുറ്റത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുമോ. ബന്ദ് മക്കാൻ ഹവാക്കാൻ നാം നെഹി. ഈ അടച്ചിട്ടിരിക്കുന്ന ഒരു മക്കാൻ, അവിടെ കാറ്റെന്ന ഒരു പേര് പോലും ഇല്ല. രാത് ഭർ നീന്ത് ന ആയേഗി. രാത്രി മുഴുവൻ ഉറക്കം വരില്ല നിങ്ങൾക്ക് ഇവിടെ കിടന്നാൽ. സബേരെ കാം പർ ജാനാ ഹെ. രാവിലെ ജോലിക്ക് പോകേണ്ടതല്ലേ. ജാവോ മേരാ ക്യാ ഹെ പടി രഹൂങ്കി. മുകളിൽ പോയി കിടന്നുറങ്ങ്, എൻ്റെ കാര്യമൊന്നും നോക്കണ്ട. പടി രഹൂങ്കി. ഞാനിവിടെ കിടന്നോളും. നെഹിം നെഹിം ഹോ സക്ത. പറ്റില്ല, നീ പോയിക്കോ. ആജിത്തോ തുമേ മൂപ്പർ സോനാ പടേഗ. നീ ഇന്ന് മുകളിൽ ഉറങ്ങണം. വൈസേബി മുജെ കുച്ച് കാം കർനാ ഹെ. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ജോലിയുമുണ്ട്. രേവതി ഏസി ഗർമി മേ ക്യാ കാം കരോഗെ. ഈ ചൂടത്ത് എന്ത് പണി ചെയ്യാനാണ്. തുമിംബി ന ജാനെ ക്യാ ദുൻ സവാർ ഹോ ജാത്തി ഹെ. ജാവോ സോ ജാവോ. മേം ആങ്കൻ മേ ഗാട്ട് പർ ഇസെ ലേക്കർ ജൈസെ തൈസെ രാത് കാട്ട് ലൂങ്കി ജാവോ. ഈ രാത്രിക്ക് എന്ത് പണിയെടുക്കാനാണ്. ഒന്നും ചെയ്യേണ്ടതില്ല. മുകളിൽ പോയി കിടന്നുറങ്ങൂ. മുറ്റത്ത് കട്ടിലിട്ടിട്ട് ഞാനിവിടെ കിടന്നുറങ്ങിക്കോളും. അതുപോലെ ജയ്സെ തൈസെ രാത് കാട്ട് ലൂങ്കി. അങ്ങനെ ഞാൻ രാത്രി എങ്ങനെയെങ്കിലും തള്ളി നീക്കിക്കോളും. രാത് കാട്ട് ലൂങ്കി മീൻസ് എങ്ങനെയെങ്കിലും ഞാൻ രാത്രി തള്ളി നീക്കിക്കോളും. ഞാനിവിടെ മുറ്റത്ത് കിടന്നോളാം. നിങ്ങൾ ഊപ്പർ ഛത്തിൽ പോയി കിടന്നോളും, മുകളിൽ റൂഫിൽ പോയി കിടന്നോളൂ എന്നാണ് രേവതി പറയുന്നത്. വിശ്വനാഥ് അച്ഛാ തും ജാനോ मैं तो तुम्हारी भलाई के लिए कहा रहा था. मैं ही ऊपर जाता हूँ. ശരി, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഭലായി മീൻസ് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മേഹി ഊപ്പർ ജാത്താഹു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മോൾ പോയി കിടന്നുറങ്ങിക്കോളാം. ബാഹർ സേ കോയി ദർവാജ ഗഡ്ഗഡാത്താ ഹെ. ഗഡ്ഗഡാത്താ ഹെ മീൻസ് തട്ടുന്ന സൗണ്ട്. പുറത്തു നിന്ന് ആരോ വാതിൽ വളരെ ഉച്ചത്തിൽ തട്ടുന്ന സൗണ്ട് കേട്ടു. രേവതി കോൻ ഹോഗ. ആരായിരിക്കും. വിശ്വനാഥ് ന ജാനെ ദേഖ്താഹും. ആവോ, ആർക്കറിയാം, പോയി നോക്കാം. രേവതി ഹേ ഭഗവാൻ കോയി മുസീബത്ത് ന ജായേ. ഭഗവാനെ, ഒരു പ്രശ്നവും ആവല്ലേ, ഒരു കുഴപ്പം പിടിച്ച കേസും വരല്ലേ. മുസീബത്ത് മീൻസ് ട്രബിൾ.
ബച്ചം കോ പങ്ക കർത്തി ഹെ ബച്ച ക ഗർമി കെ മാരെ ഉട് ബൈഠ്താ ഹെ. അതായത് കുട്ടികൾക്ക് കാറ്റ് വീശി കൊടുക്കുന്നു. കുട്ടികൾ ബച്ചയ്ക്ക് ഗർമി കെ മാരെ ഉട് ജാത്തെ ഹെ. കുട്ടികൾ ചൂട് കാരണം എഴുന്നേൽക്കുന്നു. പാനി മാങ്താ ഹെ. വെള്ളം ചോദിക്കുന്നു. വഹ് ബച്ചയ്ക്കോ പാനി പിലാത്തി ഹെ. അവർ കുട്ടികൾക്കായിട്ട് വെള്ളം കൊടുക്കുന്നു. പങ്ക കർത്തി ഹെ. കാറ്റ് വീശി കൊടുക്കുന്നു. ഇസി സമയ ദോ വ്യക്തിയോം കെ സാത്ത് വിശ്വനാഥ് പ്രവേശ് കർത്താ ഹെ. ഈ സമയത്താണ് രണ്ട് വ്യക്തികളുടെ കൂടെ അവിടെ വിശ്വനാഥ് എൻ്റർ ചെയ്യുന്നത്. രേവതി ബച്ചേക്കോ ലേക്കർ ആങ്കന്മേ ചലി ജാത്തി ഹെ. രേവതി കുട്ടികളെയും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ആഗം തുങ്ക് ഏക് സാധാരണ ബിസ്തർ തഥാ ഏക് സന്തൂക് ലേക്കർ കമരമേ പ്രവേശ് കർത്താ ഹെ. ഇവിടെ ആഗം തുങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസ്റ്റുകളെയാണ്. ഏക് സാധാരണ ബിസ്തർ ഒരു നോർമൽ ബെഡും അതുപോലെ തന്നെ ഏക് സന്തൂക്, സന്തൂക് മീൻസ് ഒരു ബോക്സും എടുത്തുകൊണ്ട് കമര റൂമിലേക്ക് പ്രവേശിക്കുന്നു. വിശ്വനാഥ് ബി പീച്ചെ പീച്ചെ ആത്താ ഹെ. വിശ്വനാഥും അവരുടെ പുറകെ പുറകെ വരുന്നുണ്ട്. കമീജോം കെ ഊപ്പർ കാലി ബണ്ടി ഹെ. അതായത് അവരുടെ ആ ഒരു കോട്ടിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിലായിട്ട്, കുർത്തയുടെ മുകളിലായിട്ട് ഒരു കാലി ബണ്ടി മീൻസ് കറുത്ത ഒരു ഡെനിം, കറുത്ത കോട്ടും ഇട്ടിട്ടുണ്ട്. സിർ പർ സഫേദ് പകടിയാം. തലയിൽ ഒരു വെളുത്ത പകടിയ മീൻസ് ടർബൻ, ഒരു വെളുത്ത തലപ്പാവുമുണ്ട്. ബെഡേക്ക് അവസ്ഥ 35 और ചോട്ടേക്ക് 24 ഹെ. മൂത്തയാളുടെ കൂടെ രണ്ട് ഗസ്റ്റുകളുടെ ആ ഒരു അവരുടെ ആ ഒരു ഡ്രസ്സിങ് രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ബഡേക്ക് അവസ്ഥ 35 ഹെ. അതായത് അതിൽ മൂത്തയാളുടെ അവസ്ഥ മീൻസ് ഇവിടെ ഏജാണ്. ഏജ് 35 മീൻസ് 35. ചോട്ടേക്ക് 24 ചെറിയ ആളുടേത് 24 ബഡേഹി മൂഞ്ചെ മൂഹ് കെ ഗേരെ ഹുയേ ഹെ. മൂഞ്ചെ മീൻസ് മീശ. മൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായയുടെ ചുറ്റും മീശ വളർന്നിട്ടുണ്ട്. അതായത് മീശയും താടിയും ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. മാതേ പർ സൽവട്ട്. മാതേ മീൻസ് ഫോർഹെഡ്. അതിലായിട്ട് സൽവട്ടുമുണ്ട്, ഫോർഹെഡിലുണ്ട് സൽവട്ട് മീൻസ് റിങ്കിൾസ്, ചുളിവുകളുമുണ്ട്. ചോട്ടേക്ക് അത് കട്ടി മൂച്ച. അത് കട്ടി മൂച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടി മീൻസ് ആദാ കട്ടി, പകുതി വെട്ടിയ മീശയാണ് ചെറുതിൻ്റേത്. ലംബ മുഖ്, അതായത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഫേസുമാണ് ചെറിയ ആളുടേത്. ദോനോ മൈലി ധോത്തിയ പെഹനെ ഹെ. രണ്ടുപേരും മൈലി മീൻസ് ഡേർട്ടി, അഴുക്ക് പുരണ്ട ധോത്തി മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. ബഡേക്ക നാം നന്നേമൽ और ചോട്ടേക്ക ബാബുലാൽ ഹെ. മൂത്തയാളുടെ പേര് നന്നേമൽ എന്നാണ്, ചെറിയ ആളുടെ പേര് ബാബുലാൽ എന്നുമാണ്. ഇസ് ഹബഡ് തബഡ് മേ ദോനോ ബച്ച ഊപ്പർ സെ ഉദർക്കർ ആത്തേ ഹെ. ഇവിടുത്തെ ഈ ഒച്ചപ്പാടൊക്കെ കേട്ടുകൊണ്ട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മുകളിലുള്ള കുട്ടികൾ താഴേക്ക് ഇറങ്ങി വരികയും ഓർ ദർവാസയ്ക്ക് പാസ് ഗഡേ ഹോക്കർ ആഗം തുങ്കോക്കോ ദേഖ്തേ ഹെ. ദർവാസെ വാതിലിൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ആഗം തുങ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അർത്ഥം ഗസ്റ്റുകൾ എന്നാണ്. ആഗം തുങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് രേവതിയുടെ ഭായിയുടെ പേര് ആഗം തുങ്ക് എന്നാണ്. ഇവിടെ ഗസ്റ്റുകളെയാണ് ആഗം തുങ്ക് എന്ന് പറയുന്നത്. ഇവർ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന കുട്ടികൾ വാതിലിൻ്റെ ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഈ ഗസ്റ്റുകളെ നോക്കുകയാണ്. വിശ്വനാഥ് ബഡേ ലടുക്കേസെ. വിശ്വനാഥൻ മൂത്ത കുട്ടിയോട് പറയാണ്, പ്രമോദ് ജരാ കുർസി ഇധർ ഗിസ്കാദോ ദൂസരെ അതിഥി സെ ആപ് ഇധർ ഗാഡ് പർ ആ ജായേ ജരാ പങ്ക് തേജ് കർ ദേന കിരൺ. കിരൺ പങ്ക തേജ് കർത്തി ഹെ കിന്തു പങ്ക വൈസേ ഹി ചലത്തെ ഹെ. ബഡേ ലോഗോം സെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വനാഥൻ ബഡേ ലോഗോം സെ എന്ന് ബഡേ ലഡുക്കോം സെ അതായത് മൂത്ത കുട്ടിയോട് പറയാണ്, പ്രമോദ് ജരാ കുർത്തി ഇധർ ഗിസ്കാദോ. ഗിസ്കാദോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുർസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെയർ കുറച്ചിങ്ങോട്ട് വലിച്ച് നീക്കി വെക്കൂ. ഗിസ്ക മീൻസ് വലിക്കുക അല്ലെങ്കിൽ നീക്കുക, മൂവ് ഇറ്റ്. ദൂസരെ അതിഥിസെ രണ്ടാമത്തെ അതിഥിയോട് പറയാണ്, ആ പിതർ ഗാഡ് പർ ആ ജായേ താങ്കൾ ഇവിടെ കട്ടിലേക്ക് വന്നാലും. മൂത്ത കുട്ടിയോട് പറയാണ് ആ ചെയർ ഇങ്ങോട്ട് നീക്കി വെക്കൂ. രണ്ടാമത്തെ ഗസ്റ്റിനോട് പറയാണ്, താങ്കൾ ഇവിടെ ഈ കട്ടിലിനടുത്ത് വന്നിരുന്നാലും. ജരാ പങ്ക് തേജ് കർദേന കിരൺ. എന്നിട്ട് വിശ്വനാഥ് മറ്റേ കുട്ടിയോട് പറയാണ്, ആ ഫാനിൻ്റെ സ്പീഡൊന്ന്, തേജ് മീൻസ് സ്പീഡൊന്ന് കൂട്ടു കിരൺ. കിരൺ പങ്ക തേജ് കർത്തി ഹെ. കിരൺ ഫാനിൻ്റെ സ്പീഡ് കൂട്ടി. കിന്തു പങ്ക വൈസേഹി ചൽത്താ ഹെ. എന്നാൽ ആ ഒരു ഫാന് ആ ഒരു സ്പീഡിൽ തന്നെയാണ് കറങ്ങുന്നത്. നന്നേമൽ പകടി കെ പല്ലെ സെ മൂഹ് കാ പസീന പോഞ്ച് കർ ഉസി സെ ഹവ കർത്താ ഹുവ.
എന്നാൽ നന്നേമൽ എന്ത് ചെയ്യാണ് വന്നിരിക്കുന്ന ഗസ്റ്റ് പകടിക്ക് പല്ലേസെ, അതായത് തലപ്പാവ് ടർബൻ്റെ ആ ഒരു അറ്റം കൊണ്ട്, പല്ലേ മീൻസ് അറ്റം കൊണ്ട്, മൂഹ്ക പസീന പോഞ്ചിക്കർ മുഖത്തിലെ വിയർപ്പ് തുടച്ചുകൊണ്ട്, ഉസീസെ ഹവ കർത്താഹെ ആ ഒരു തലപ്പാവ് ടർബൻ കൊണ്ട് തന്നെ അയാൾ കാറ്റ് വീശുകയാണ്. ബഡി ഗർമി ഹെ ക്യാ കഹെ പണ്ഡിറ്റ് ജി പൈദൽ ചലെ ആ രഹാ ഹെ കപ്പടെ തോ ഏസാ ഹോ ഗയാ കി നിച്ചോട്ട് ലോ. ബഡി ഗർമി ഹെ വളരെ ചൂടാണ്. ക്യാ കഹേ പണ്ഡിറ്റ് ജി എന്തു പറയാനാ പണ്ഡിറ്റ് ജി. പൈദൽ ചലെ ആ രഹേ ഹെ നടന്നു വരേണ്ടി വന്നു. പൈദൽ മീൻസ് നടന്നു വരേണ്ടി വന്നു. കപ്പടെ തോ ഏസേ ഹോ ഗയെ തുണിയും ഇങ്ങനെയായി. എങ്ങനെ? കി നിച്ചോട് ലോ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ തുണിയും ആയി. വിശ്വനാഥൻ ജി ആപ് ലോഗ് ശരി, താങ്കൾ ആരാണ്, നിങ്ങൾ ആരാണ്? ബാബുലാൽ ചാച്ച मेरे कपड़े निचोड़ देख लो एक लोटे से कम पसीना नहीं निकलेगा. ബാബുലാൽ നന്നേമലിനോട് പറയാണ്, ചാച്ച അങ്കിൾ മേരെ കപ്പടെ നിച്ചോട് കർ ദേഖ് ലോ എൻ്റെ തുണി ഒന്ന് നിങ്ങൾ പിഴിഞ്ഞു നോക്കൂ. ഏക്ക് ലോട്ടേസെ കം പസീന നെഹി നികലേക ഒരു കൂടത്തിൽ കുറയാതെ വിയർപ്പ് നിങ്ങൾക്ക് കിട്ടും. ധോത്തി ഏസ ചർറ രഹി ഹെ ജയ്സെ പുരാനി ഹെ. ധോത്തിയും ഇത്രയും ഒരു പഴയ തുണി പോലെ ധോത്തിയും ഡേർട്ടി ആയിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. പിछले ദിനോ നഖത് 9 रुपये ഖർച്ച് കർക്കെ ഖരീദി. കഴിഞ്ഞ ദിവസം ₹9 ചിലവഴിച്ച് വാങ്ങിയതാണ്. ഖരീദന മീൻസ് വാങ്ങിയതാണ്. നന്നേമൽ മോത്തിറാം കി ദുകാൻ സി ലീ ഹോഗി. മോത്തിറാമിൻ്റെ വീട്ടിൽ നിന്നാണ്, മോത്തിറാമിൻ്റെ കട, ദുക്കാൻ മീൻസ് കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടാവുക. ബഡാ ടക്കെ വളരെയധികം വളരെ ട്രിക്കി ആയിട്ടുള്ള, വളരെയധികം പിശുക്കനും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ദുക്കാൻ ഓണർ. മേനെ ബി കുർത്തോം കേലിയ ചഹ് ഗജ് മൽമൽ. ടഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ സ്വിൻലർ എന്നാണ് ഇവിടെ ടഗിൻ്റെ മീനിങ്. മേനെ ബി കുർത്തോം കേലിയ ചഹ് ഗജ് മൽമൽ മോൾ ലീതി. ഞാനും അവിടെ നിന്ന് ചഹ് ഗജ് മൽമൽ മോൾ മീൻസ് 6 യാർഡ്. 6 യാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 യാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഫീറ്റാണ്. അപ്പം 18 ഫീറ്റോളം മൽമൽ മോൽധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് കോട്ടൺ എൻ്റെ കുർത്തയ്ക്ക് വേണ്ടിയിട്ട്, കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അയാളുടെ കടയിൽ നിന്ന് 6 ഗജ് വാങ്ങിയിട്ടുണ്ട്. സോഫ്റ്റ് കോട്ടൺ വാങ്ങിയിട്ടുണ്ട്. ₹1 ഗജ് ദി ജബ്കി നദ്ദാമൽ കെ യഹാം, അതായത് ₹1 ഗജ് ദി എത്ര രൂപ കൊടുത്തു? ₹1. സവ മീൻസ് 25 ഗജ് ദി. ജബ്കി നദ്ദാമൽ കെ യഹാം 9.5 ആനെ ഗജ് ബീക്ക് രഹി ദി. എന്നാൽ നന്നേമലിൻ്റെ അവിടെ 1 ഗജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഗജിന് 9.5 9.5 രൂപയ്ക്കാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഞാൻ മീറ്ററിന് ഇവിടെ 25 രൂപ കൊടുത്തു. എന്നാൽ നദ്ദാമലിൻ്റെ അവിടെ 9.5 രൂപയ്ക്ക് 1 ഗജ് കിട്ടും. പണ്ഡിറ്റ് ജി ഗല സൂഖ് ജാ രഹാ ഹെ. പണ്ഡിറ്റ് ജി തൊണ്ട ഉണങ്ങുകയാണ്. സ്റ്റേഷൻ പർ പാനി ബി നെഹി മില. സ്റ്റേഷനിൽ എന്ത് കിട്ടിയില്ല? ഒരിച്ചിരി പോലും വെള്ളം കിട്ടിയില്ല. മൻ കർത്താ ഹെ ലെമൺ കി 5 ബോത്തലും പി ജാത്തി ഹും. എനിക്ക് എന്താണ് തോന്നുന്നത്? മൻ കർത്താ ഹെ, അതായത് എനിക്ക് തോന്നുന്നു ലെമൺ കി 5 ബോത്തലും, ലെമണിൻ്റെ ഒരു 5-6 ബോട്ടിൽ പാനി കുടിക്കാൻ തോന്നുന്നു, നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നുന്നു. ബാബുലാൽ മുझे कोई पिलाकर देखे 10 से कम नहीं पीऊंगा. ബച്ചയ്ക്ക് ഓർ ദേക്കർ ക്യാ നാമേ തുമാരാ ബായ്. ബാബുലാൽ പറയാണ്, എനിക്ക് എന്തെങ്കിലും നിങ്ങൾ തന്നു നോക്കൂ, കുടിക്കാൻ തന്നു നോക്കൂ. 10 से कम नहीं पीऊंगा. ഞാൻ 10 ബോട്ടിൽ കുറഞ്ഞു കുടിക്കില്ല. എന്നിട്ട് കുട്ടികളുടെ നേരെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ക്യാ നാം ഹേ തുമാരാ ബായ്, നിങ്ങളുടെ പേരെന്താണ്? കുട്ടികളെ പ്രമോദ് പറഞ്ഞു. പ്രമോദ്. കിരൺ. ബാബുലാൽ ടണ്ട പാനി പിലാവോ ദോസ്ത് പ്രാൺ സൂഖ് ജാ രഹാ ഹേ. ഞങ്ങൾക്ക് കുറച്ച് തണുത്ത വെള്ളം തരൂ സുഹൃത്തെ. പ്രാൺ സൂഖേ ജാ രഹാ ഹേ, അത് ജീവൻ ഉണങ്ങിപ്പോകുന്നത് പോലെയാണ് തോന്നുന്നത്. വിശ്വനാഥ് മകനോടായിട്ട് പറയാണ്, ദേക്കോ പ്രമോദ് കഹി സെ ബർഫ് മിലേഗാ തോ ലെ ആവോ ആപ് ലോഗ്.
അതായത് വിശ്വനാഥിനോട് പറയുകയാണ്, വിശ്വനാഥ് മക്കളോട് പറയുകയാണ്, പ്രമോദ് എവിടെ നിന്നെങ്കിലും ഐസ് വെള്ളം കിട്ടുകയാണെങ്കിൽ, തണുത്ത വെള്ളം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐസ് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരൂ. എന്നിട്ട് പിന്നെ അതിഥികളോട് ചോദിക്കുകയാണ്, ആപ്ലോ നിങ്ങൾ, നന്നേമൽ ആപ്ന ലോട്ട കഹ രക്കാഹെ. അതിനൊന്നും ഇവർ ഉത്തരം പറയുന്നില്ല. ആരാന്ന് 2 പ്രാവശ്യം വിശ്വനാഥ് ചോദിച്ചു. എന്നിട്ട് അവർ ഉത്തരം പറയാതെ വേറെ രീതിയിലേക്ക് സംസാരം കൊണ്ടുപോകുന്നു. നന്നേമൽ അപ്പന ലോട്ട കഹ രഹാഹെ ദൈലിമേ രഹി ഹേന. താങ്കളുടെ ലോട്ട, ലോട്ട മീൻസ് ഒരു റൗണ്ട് മെറ്റൽ പോട്ടാണ്. അതെവിടെയാണ് വെച്ചിരിക്കുന്നത്? ദൈലേമേ ഹേന, ഒരു സഞ്ചിയിലായിരിക്കുമല്ലേ, ആ ഒരു ബാസ്ക്കറ്റിലായിരിക്കുമല്ലേ. ബാബുലാൽ ബിസ്തർമേ ഹോഗ ചാച്ച, ബിസ്തറിലായിരിക്കും ചാച്ച. നിക്കാലും ക്യാ, എടുക്കണമോ? ഓർ ബിസ്തർ ബി പസീനെ സെ ഭീഗ് ഗയാ ഹെ. ഇപ്പോൾ ബിസ്തറും എന്തായി കാണും? വിയർപ്പ് കാരണം നനഞ്ഞിട്ടുണ്ടാവും. ചാച്ച മേൻ തോ പെഹലെ നഹാവുങ്ക. എന്നിട്ട് ബാബുലാൽ പറയുകയാണ്, ഞാൻ ആദ്യം കുളിക്കും. ഫിർ തോ ഹോഗ ദേഖ് ജായേഗ. എന്നിട്ട് പിന്നീട് ബാക്കിയുള്ളത് നോക്കാം. ഹാ നെഹി തോ, ശരി എന്നാൽ. മുജെ നെഹി മാലും ദാ യഹാം ഇത്നി ഗർമി ഹെ. എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇത്രയും ചൂടുണ്ടാകുമെന്ന്. നന്നേമൽ ദേഖ്തേ ജാവോ ഹാം സാഗ്. നന്നേമൽ പറയാണ്, നോക്കിപ്പോവൂ. ശരി സാഹിബ്. വിശ്വനാഥ് ക്ഷമ കീജിയെ, ആപ് കഹാ സെ പതാരെ ഹെ. പതാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ആ രഹാഹെ വരുന്നത്. വിശ്വനാഥ് ഇവരോട് ചോദിക്കുകയാണ്, ക്ഷമിച്ചാലും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നന്നേമൽ അരെ ആപ് ഹി നെഹിൻ ജാനത്തെ, താങ്കൾക്കറിയില്ലേ? വഹ് ലാല സംബന്ധ് രാജ് ഹേന ഗോട്ടേവാലെ, വഹ് മേരെ ചാച്ചേരെ ബായി ഹെ. ആ ഗോട്ടേവാലെ സംബന്ധ് രാമേന, ഞാൻ അദ്ദേഹത്തിൻ്റെ ചാച്ചേരെ ബായ്. ചാച്ചേരെ ബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെയാണ് ചാച്ചേരെ ബായ് എന്ന് പറയുന്നത്. ക്യാ പതായ സാബ്, ഉൻ ബേച്ചാരോം കാ കാരോബർ സബ് ചൗപ്പട്ട് ഹോ ഗയാ. എന്ത് പറയാനാണ് സാഹബ്? ഉൻ ബേച്ചാരോ, ബേച്ചാരോ മീൻസ് ആ ഒരു പാവർ, പുവർ ഗൈ, അദ്ദേഹത്തിൻ്റെ കാരോബാർ മീൻസ് ബിസിനസ്, സബ് ചൗപ്പട്ട് ഹോ ഗയ, എല്ലാം ഡള്ളായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംബന്ധ് രാമിൻ്റെ ബിസിനസ് എല്ലാം ഡള്ളായിപ്പോയി. ഹം ലോഗോം കെ ദേഖ്തേ ദേഖ്തേ വഹ് ലാഖോം കി ആദ്മി ഗാക് മേ മിൽ ഗയെ. എല്ലാവരെയും നോക്കി നോക്കി അദ്ദേഹം ഇപ്പോൾ റോഡ് വരെ എത്തി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൈസയെല്ലാം പോയി പെരുവഴിയിലായി എന്നാണ് പറയുന്നത്. काम में गाग में मिल जाए. ബാബു യഹ് ലോ മേരി ബണ്ടി സന്ദൂക്ക് മേ രഖ് ദോ. എന്നിട്ട് അദ്ദേഹം ആ കുട്ടിയോട് പറയാണ്, ബാബു യഹ് ലോ, ഇത് വാങ്ങിക്കൂ, മേരെ ബണ്ടി, എൻ്റെ ഈ കോട്ട് നിങ്ങൾ സന്തൂക്കിൽ, സന്തൂക്ക് മീൻസ് ആ ബോക്സിലേക്ക് ഒന്ന് വെക്കും. വിശ്വനാഥ് കോൻ സംബന്ധരാം, ഏത് സംബന്ധരാം, എനിക്കറിയില്ലല്ലോ അവരെ. ബാബുലാൽ അരെ വഹി ഗോട്ടേവാലെ, ആ ഒരു സംബന്ധരാമില്ലേ ഗോട്ടേവാലെ. ലാവോ ന ചാച്ച, ഇങ്ങോട്ട് കൊണ്ടുവരൂ ചാച്ച. സന്തൂക്ക് കോൽക്കർ ബണ്ടി രക്തേ ഹുയെ. സന്തൂക്ക്, ആ ഒരു ബോക്സ് തുറന്ന് അദ്ദേഹത്തിൻ്റെ കോട്ട് വെച്ചുകൊണ്ട്, മാൽ മസാല തോ അണ്ടിമേ ഹേന, ഇതിനകത്ത് മാൽ മസാലയൊക്കെ ഇല്ലേ, ആ ബോക്സിൻ്റെ ഉള്ളിലില്ലേ, നോക്കൂ. മാൽ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതെല്ലാം ആ ബോക്സിലില്ലേ എന്നാണ് ചോദിക്കുന്നത്. നന്നേമൽ നെഹി ജേബ് മേഹെ, അത് പോക്കറ്റിലാണ്. ബണ്ടീക്ക ജേബ് മേഹെ, അതായത് ആ കോട്ടിൻ്റെ പോക്കറ്റിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡർഹി ക്യാ ബാത്ത, ഇനി പേടിക്കേണ്ട കാര്യം എന്താണ്? ഗർഹി തോ ഹോ ഗർഹി തോ ഹേ, അതായത് നമ്മൾ വീട്ടിലെത്തിയില്ലേ, ഇനി ഇവിടെ വെച്ചാലും പേടിക്കേണ്ട കാര്യം എന്താണ്? വിശ്വനാഥ് മേ സംബന്ധ് രാം കോ നെഹിം ജാൻതാ ഹേ, എനിക്കൊരു സംബന്ധ് രാമിനെയും അറിയില്ലല്ലോ. നന്നേമൽ സംബന്ധ് രാം കോ ജാനേ കി ക്യൂ, വഹ് തോ ആപ്സെ മിലേ ഹേ ആപ്കി തോ വഹ്. സംബന്ധ് രാമിനെ അറിയില്ല എന്നോ? ക്യൂ, എന്താ കാര്യം? അദ്ദേഹത്തിന് താങ്കളെ അറിയാലോ. ആപ്കി തോ വഹ്, താങ്കളെ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ നിർത്തുകയാണ്. ബാബുലാൽ അതിൻ്റെ ഇടയ്ക്ക് ചാടിക്കയറി പറയാണ്, ഹാ ഉന്നോനെ കൈ ബാർ മുझसे കഹാ ഹേ ആപ്കി തോ വഹ് ബഹുത് താരിഫ് കർത്തി ഹേ. അദ്ദേഹം എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം താങ്കളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ഡിറ്റ് ജി ക്യാ മക്കാൻ ഇത്നാ ഹി ബഡാ ഹേ. എന്നിട്ട് ഒരു കംപ്ലീറ്റ് ആക്കാതെ അനദർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പണ്ഡിറ്റ് ജി ഈ ബിൽഡിങ് ഇത്രയും വലുതാണോ?
നന്നേമൽ ദേഖ് നഹിം രഹേ ഇസ്കെ പീച്ചെ ഏക് കമര ദിക്കായി ദേത്താ ഹെ. നിങ്ങൾക്ക് കാണത്തില്ലേ? ബാബുലാലിനോടായിട്ട് നന്നേമൽ ചോദിക്കുകയാണ്. കാണുന്നില്ല, ഇതിൻ്റെ പുറകിലും ഒരു കമരയുണ്ടല്ലോ, ഒരു റൂമുണ്ടല്ലോ. പണ്ഡിറ്റ്ജി ഇസ്കെ പീച്ചെ ആംഗൻ ഹോഗ और ऊपर छत होगी. ഇതിൻ്റെ പുറകിൽ ഒരു മുറ്റവും ഒരു ചത്ത് മീൻസ് ഒരു റൂഫും ഉണ്ടല്ലേ. ഷഹർ മേ തോ ഏസേ ഹി മക്കാൻ ഹോത്തേ ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഗരങ്ങളിലാണ് ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കുക. കിരൺ വിശ്വനാഥിനോട് പറയുകയാണ്. മാം പൂച്ച്തി ഹെ ഗാന, അമ്മ ചോദിച്ചു ഭക്ഷണം എന്താ ചെയ്യണ്ടേന്ന്. നന്നേമൽ ക്യൂം ബാബുലാൽ പണ്ഡിറ്റ്ജി കഷ്ട് തോ ഹോഗ പർ തും ജാനെ ഗാന തോ. നന്നേമൽ പറയാണ് ക്യൂം ബാബുലാൽ എന്താ ഭക്ഷണം എന്താ കഴിക്കുമല്ലേ പണ്ഡിറ്റ്ജി. എന്നിട്ട് വിശ്വനാഥനായിട്ടായിട്ട് പറയാണ്, പണ്ഡിറ്റ്ജി കഷ്ട് തോ ഹോഗ, നിങ്ങൾക്ക് കഷ്ടമായിരിക്കും. പർ തും ജാനോ ഗാനത്തോ, എന്നാൽ പോലും ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തന്നാൽ. ബാബുലാൽ ബസ് ഏക്ക് സാഗ് ഓർ പൂരി, ഞങ്ങളുടെ ഭക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചക്കറിയും ഒരു പൂരിയുമാണ്, വെജിറ്റബിൾസും പൂരിയും മാത്രം മതി. നന്നേമൽ വൈസേത്തോ മേം പൊറോട്ടോ ബി കാലേത്താഹും, അങ്ങനെയാണെങ്കിൽ എനിക്ക് പൊറോട്ടയും കഴിക്കാൻ കഴിയുമായിരുന്നു. ബാബുലാൽ അരെ ഗാനയ്ക്ക് ബലി ചലായി, എന്തിനേ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഇപ്പം നമ്മൾ എന്ത് വേണമെന്ന് പറയുന്നത്. പേട് ഹീത്തോ ബർണ ഹേ, നമുക്ക് വയറ് നിറഞ്ഞാൽ പോരെ. ഷഹർ മേം ആയേ ഹേ തോ കിസി കോ തക്ലീഫ് തോടെ ഹി ദേങ്കെ. അതായത് വയറ് നിറഞ്ഞിരിക്കുകയാണല്ലോ, എന്തിനാണിപ്പോൾ ഭക്ഷണത്തിനെ കുറിച്ച് പറയുന്നത്. ഷഹർ മേം ആയേ ഹേത്തോ, നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ കിസിക്കോ തക്ലീഫ് തോടെ ഹി ദേങ്കെ. ദേക്കിയെ പണ്ഡിറ്റ്ജി ദിസ്മേ ആപ്കോ ആരാം ഹെ, ഹം തോ റോട്ടി ബി ഖാലേങ്കെ കൽ ഫിർ ദേഖി ജായേങ്കി. അതായത് നഗരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. തക്ലീഫ് മീൻസ് ബുദ്ധിമുട്ടിക്കുക. ദേക്കിയെ പണ്ഡിറ്റ്ജി, നോക്കൂ പണ്ഡിറ്റ്ജി, ജിസ്മേം ആപ്കോ ആരാം ഹോ, താങ്കൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾക്ക് റൊട്ടി ആയാലും ഞങ്ങൾ കഴിക്കും. കൽ ഫിർ ദേഖ് ജായേഗി, പിന്നീടുള്ള കാര്യം നാളെ നോക്കാം. നന്നേമൽ ഭൂഖ് കബ് തക് നഹി ലഗേഗി സാരാ ദിൻ തോ ഗയാ. അതായത് ഇന്നത്തെ വിശപ്പ് എത്ര വരെ ഉണ്ടാവും എന്നറിയില്ല, ഇന്നത്തെ ദിവസം ഫുള്ളും പോയിരിക്കുന്നു. നഹാനേക്ക പ്രബന്ധ ഹോഗ പണ്ഡിറ്റ്ജി. നഹാനേക്ക പ്രബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താണ് പണ്ഡിറ്റ്ജി, നമ്മൾ കുളിക്കണ്ടേ. പ്രമോദ് ബറഫ് കാ പാനി ലാത്ത, ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുട്ടി ഐസ് വെള്ളവുമായിട്ട് തണുത്ത വെള്ളവുമായിട്ട് വന്നു. നന്നേമൽ ഹാം ഭയ്യ ലാത്തോ ജര മേത്തോ 1.5 ലോട്ട പാനി പിയൂങ്ക. ആ ഭയ്യ തരൂ എനിക്ക്, മേനേത്തോ 1.5 ലോട്ട മീൻസ് 1.5 കുടം വെള്ളമെങ്കിലും ഞാനിപ്പോൾ കുടിക്കും. ബാബുലാൽ ഉത്നാ ഹി മേ, അത്രയും തന്നെ എനിക്കും കുടിക്കണം, എനിക്കും അത്രത്തോളം ദാഹമുണ്ട്. ദോനം ഗഡ്ഗഡ് പാനി പീത്തെ ഹെ, രണ്ടുപേരും ആ ഒരു സൗണ്ടോട് കൂടി വെള്ളം കുടിച്ചു, പെട്ടെന്ന് സ്പീഡിൽ വെള്ളം കുടിച്ചു. കിരൺ വിശ്വനാഥ് സെ ധീരെ ഫിർ ഖാന. കിരൺ വിശ്വനാഥിനോട് പയ്യെ ചോദിക്കുകയാണ്, ഭക്ഷണം എന്താ ചെയ്യേണ്ടത്. വിശ്വനാഥ് ഇഷാരെ സെ ടഹർ ജാ സരെ, അദ്ദേഹം പറയുകയാണ് കുറച്ചു നേരം നിൽക്ക്, 1 മിനിറ്റ് നിൽക്ക്. നന്നേമൽ പാനി പീക്കർ अब जान में जान आई, സച്ച്മുച്ച് ഗർമി മേ പാനി ഹി തോ ജാൻ ഹെ. പാനി കുടിച്ചുകൊണ്ട് നന്നേമൽ പറയാണ്, അബ് ജാൻ മേ ജാൻ ആയി, ഇപ്പോൾ ജീവനിൽ ജീവൻ വെച്ചു. സച്ച്മുച്ച് ഗർമി മേ പാനി ഹി തോ ജാൻ ഹെ, സത്യത്തിൽ ചൂട് കാലത്ത് വെള്ളത്തിൽ വരെ നമ്മുടെ ജീവനുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കധികം ചൂടാണ്, വെള്ളം കുടിച്ചപ്പോഴത്തേക്കും ജീവൻ വെച്ചതുപോലെയാണ് തോന്നുന്നത്. ബാബുലാൽ പാനി ബി കൂബ് ടണ്ടാ ഹെ വാ ഭയ്യ ഖുഷ് രഹോ. അതായത് ബാബുലാൽ പറയാണ് വെള്ളവും വളരെ തണുത്തതാണ്, ഒരുപാട് സന്തോഷമായി. നന്നേമൽ കിത്ന സീതയിൽ എടുക്കുക ഹേ. സീത മീൻസ് എത്ര പാവം കുട്ടിയാണ്. സീത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പാവം എന്നാണ്. എത്ര നല്ല കുട്ടിയാണ് ബാബുലാൽ. ഷഹർ കെ ഹേന, നഗരത്തിൽ അല്ലേ. വിശ്വനാഥ് ക്ഷമ കീജിയെ മേനെ ആപ്കോ, ക്ഷമിച്ചോളും എനിക്ക് നിങ്ങളെ. ദോനോ അരേ പണ്ഡിറ്റ്ജി അബ് കേസേ ബാത് കർത്തേ ഹേ. അരേ പണ്ഡിറ്റ്ജി താങ്കൾ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്. ഹം തോ ആപ്കെ പാസ് കെ ഹേന, ഞങ്ങൾ താങ്കളുടെ അടുത്ത് തന്നെ ഇല്ലേ. വിശ്വനാഥ് ആപ് കഹാം സെ ആയേ ഹേ. പിന്നെയും വിശ്വനാഥ് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നന്നേമൽ പറഞ്ഞു ബിജനൗറിൽ നിന്നാണ്. വിശ്വനാഥ് ആശ്ചര്യസെ, വളരെയധികം എക്സൈറ്റ് ആയിട്ട് ചോദിക്കുകയാണ് ബിജനൗർ സെ
ബിജനൗറിൽ നിന്നോ? ബിജനൗർ മേം തോ ബിജനൗറിൽ മേം ബിജനൗർ ഗയാ ഹും കിന്തു ഞാൻ ബിജനൗറിൽ പോയിട്ടുണ്ട്. കിന്തു എന്നാലും നന്നേമൽ മേം ജറ നഹാന ചാഹത്താ ഹും. അപ്പോഴത്തേക്കും നന്നേമൽ പിന്നീട് ആ സംസാരം കോൺവെർസേഷൻ പിന്നീട് വീണ്ടും ചേഞ്ച് ആക്കുകയാണ് നന്നേമൽ. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ബാബുലാൽ മേം ബി സ്നാൻ കരൂങ്ക ഞാനും കുളിക്കും. വിശ്വനാഥ് പാനി തോ നൽ മേ ഷായദ് ഹി ഹോ ഫിർ ബി ദേഖ് ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചിലപ്പോൾ പൈപ്പ് നൽ എന്ന് പറഞ്ഞാൽ പൈപ്പിൽ ചിലപ്പോഴേ ഉണ്ടാവുകയുള്ളൂ. ഫിർ ബി ദേഖ് ലോ എന്നാലും ഒന്ന് നോക്കിയേക്ക്. പ്രമോദ് ഇന്നെ നീച്ചെ നൽപർ ലേ ആവൂ. പ്രമോദ് ഇവരെ താഴെ പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ബാബുലാൽ തബ് തക് ഖാന ബി തയ്യാർ ഹോ ജായേഗെ അപ്പോഴേക്കും ഭക്ഷണവും റെഡിയാവുമായിരിക്കും. ദോനോ ബാഹർ നികൽ ജാത്തെ ഹെ രേവതി കാ പ്രവേശ്. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് രേവതി എൻ്റർ ചെയ്യുന്നത്. രേവതി യെ ലോഗ് കോൻ ഹെ ജാൻ പെഹ്ചാൻ കെ തോ മാലൂം നഹീ പഡ്തേ ഹെ. അതായത് ഇവരാരാണ്? ഇവരെ കണ്ടിട്ട് അറിയുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ നമുക്ക്. വിശ്വനാഥ് ന ജാനെ കോൻ ഹെ ആർക്കറിയാം ആരാണെന്ന്. രേവതി പൂച്ച് ലോന താങ്കൾ ചോദിക്കൂ. വിശ്വനാഥ് ക്യാ പൂച്ചലോ എന്ത് ചോദിക്കാനാണ്? ദോ തീൻ ബാർ പൂച്ച രണ്ടും മൂന്നും പ്രാവശ്യം ചോദിച്ചു. ടീക് ടീക് ഉത്തർ നെഹി ദേത്താ ഹെ ശരിക്കുള്ള ഉത്തരം അവർ തരുന്നില്ല. രേവതി മേരാ തോ ദർദ് കെ മാരെ സിർ ഫട്ടാ ജാ രഹാ ഹെ എനിക്കാണ് തലവേദന എടുത്തിട്ട് പൊട്ടിപ്പോകുന്നു. ഇതർ പിച്ചലി ശിക്കായത്ത് ഫിർ ബഡ്ത്തി ജാ രഹി ഹെ ഇവിടെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പഹലെ സോത്തെ സോത്തെ ഹാത്ത് പയർ സുന്നെ ജാത്ത ഹെ അബ് ബൈട്ടെ ബൈട്ടെ ഹോ ജാത്തെ ഹെ ആദ്യമൊക്കെ ഉറങ്ങി കയ്യും കാലും മരവിക്കുമായിരുന്നു. സുന്ന മീൻസ് മരവിക്കുക. സുന്ന് ആദ്യമൊക്കെ ഉറങ്ങി കയ്യും കാലും മരവിക്കുമായിരുന്നു. ഇപ്പോൾ ഇരുന്നിരുന്ന് കയ്യും കാലും മരവിക്കുന്നു. വിശ്വനാഥ് ക്യാ ബതാവും ജീവൻ മേ തുമേ കോയി സുഖ് നാ ദേ സക നൗകർ ബി നഹീം ടീക്താ ഹെ എന്തു പറയാനാണ്? ജീവിതത്തിൽ നിനക്കൊരിക്കലും സന്തോഷം തരാൻ എനിക്ക് സുഖം തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജോലിയും ഇതുവരെ ഒന്നും ശരിക്കും ശരിയായിട്ടുമില്ല. ജോലിയും കറക്റ്റായിട്ടുള്ള ഒരു ജോലിയും എനിക്കില്ല എന്നാണ് പറയുന്നത്. രേവതി പാനി ജോ തീൻ മഞ്ചിൽ പർ ചടാന പടുത്താ ഹെ അതായത് വെള്ളം എടുത്തിട്ട് മൂന്ന് നിലകൾ കയറി ഇറങ്ങണം. 3 നിലകൾ കയറേണ്ടതുണ്ട്. ഇസിലിയെ ബാഗ് ജാത്താ ഹെ അതുകൊണ്ട് ഓടിയാണ് ഞാൻ വെള്ളം എടുക്കാനൊക്കെ പോകുന്നത്. അവർ ഗർമി ക്യാ കമ്മേ എന്നിട്ടും ചൂട് വല്ല കുറവുമുണ്ട്. ഇത്രയ്ക്കധികം ചൂടുമാണ്. കിസിക്കോ ക്യാ ജരൂരത് പടി ഹോ ജോ ഗർമി മേ ബുനെ ആർക്കെല്ലാം ഇത്രയ്ക്ക് ഇതുണ്ടോ? ഈ ചൂടിൽ കിടന്ന് റോസ്റ്റായി പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഏതോ ഹമാരാ ഹി ഭാഗ്യ ഹേ കി ചനെ കി തരഹ് ബാഡ് മേ ബുൻത്തെ രഹത്തെ ഹെ ഇത് നമ്മുടെ മാത്രം ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു അതിശയോക്തിയോടുകൂടി പറയുകയാണ്, ഒരു തമാശ രീതിയിൽ പറയുകയാണ്. ഹമാരെ ഭാഗ്യ ഹി ചനേക്ക് തരഹ് അതായത് കടലേ വറുത്തെടുക്കുന്നത് പോലെ നമ്മളും ഈ നരകത്ത് ബാഡ് മീൻസ് നരകം ഹെൽ ഈ നരകത്തിൽ നമ്മളെയും വറുത്തെടുക്കും എന്നാണ് തോന്നുന്നത്. ഇത്രയും ചൂട് കാരണം നമ്മളുടെ പാത്രം ഭാഗ്യമായിരിക്കും ഇത്രയും ചൂടിൽ ഈ നരകത്തിൽ കിടന്ന് ഉരുകേണ്ടത്. വിശ്വനാഥ് ക്യാ കിയാ ജായ എന്ത് ചെയ്യാൻ പോവുക ഇനി? രേവതി ഫിർ ക്യാ ഗാന ബനാന ഹി ഹോഗ പർ യേ കോനെ അതായത് എന്ത് ചെയ്യാനാ ഇനി? ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഇവരാരാണ്? വിശ്വനാഥ് ഗാന തോ ബനാന ഹി പടേഗ കോയി ബി ഹോ ജബ് ആയേൻ തോ ഗാന ജരൂർ ഗായെങ്കെ തോടാസ ബനാലോ അതായത് ഭക്ഷണം എന്തായാലും ഉണ്ടാക്കേണ്ടി വരും. ആരെങ്കിലും ആയിക്കോട്ടെ, ആര് വന്നാലും ഭക്ഷണം കൊടുക്കണ്ടേ. തോടാസ ബനാലോ കുറച്ച് ഉണ്ടാക്കും. രേവതി തുനക്കർ ദേഷ്യം പിടിച്ചുകൊണ്ട് ഗാനാത്തോ ഗിലാന ഹി ഹോഗ എന്തായാലും ഭക്ഷണം ഞാൻ വിളമ്പും. തുമ്പി ഗൂബുഹോ നിങ്ങളും കുറച്ച് കൂടുന്നുണ്ട്. ബല ഇസ് തർഹ് കേസെ കാം ചലേഗ അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു എനിക്കാണ് അത്രയ്ക്കധികം വേദനയാണ്, തലവേദനയാണ്, എന്നിട്ട് എങ്ങനെയാണ് ജോലിയൊക്കെ പോവുക. ദർദ് മാരെ സിർ ഫട്ട് ജാ രഹാ ഹെ അതായത് വേദന കൊണ്ട് എൻ്റെ തല പൊട്ടിപ്പോകുന്നു. ഫിർ ഗാന ബനാന ഇൻകേലിയെ ഓർ ഈ സമയം അതിൻ്റെ ഇടയ്ക്കാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുന്നത്. ആഗർ ആയെ കഹാ സെ ഹെ എന്നാലും നിങ്ങൾ പറ ഇവരെവിടെ നിന്നാണ് വന്നത്? വിശ്വനാഥ് കഹത്തെ ഹെ ബിജനൗർ സെ ആയെ ഹെ അവർ പറയുന്നത് ബിജനൗറിൽ നിന്നാണ് വന്നത് എന്നാണ് അവർ പറയുന്നത്. രേവതി ആശ്ചര്യത്തോടെ ബിജനൗർ
ക്യാ ബിജനൗർ സെ തുമേ ജാനെ പെഹ്ചാൻ ഹേ ക്യാ? ബിജനൗറിൽ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ? अपनी रिश्तेदारी का तो कोई आदमी वहाँ रहता नहीं है. നമ്മളുടെ റിശ്തേദാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ്, നമ്മളുടെ റിശ്തേദാരികൾ ആരും റിലേറ്റീവ്സ് ആരും അവിടെ താമസിക്കുന്നവരില്ലല്ലോ. വിശ്വനാഥ് ബഹുത്ത് ദിൻ ഹുയേ തക് ഏക് ബാർ കാം സെ ബിജനൗർ ഗയാത. വളരെ കാലം മുമ്പ് ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ബിജനൗറിൽ പോയിരുന്നു. പർ തബ് സെ അബ് തോ 20 സാൽ ഹോ ഗയേ. പക്ഷേ അന്ന് അതിപ്പോൾ ഏകദേശം 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ബിജനൗറിലുള്ള എൻ്റെ യാത്ര 20 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. അത്ര മുമ്പാണ് ഞാൻ പോയിരിക്കുന്നത്. രേവതി സോച്ച് ലോ ഷായദ് വഹാം കോയി സാഹിത്യക മിത്ര ഹോ ഉസിനെ ഇനെ ബേജാ ഹോ. ചിന്തിച്ച് നോക്കുക, അവിടെ ചിലപ്പോൾ ആരെങ്കിലും ഒരു സാഹിത്യക മിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റററി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക്, അദ്ദേഹം അയച്ചതായിരിക്കും ഇവരെ. ധ്യാൻ തോ നെഹി മാത്ത. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഫിർ ബി കദാചിത് കോയി മുझे जानता हो और उसीने भेजा हो किसी संबंध रम का काम नाम बता रहे थे मैं जानता भी नहीं हूँ. എനിക്കറിയില്ല, എങ്ങനെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അയച്ചതാന്ന് പറയുന്നു. അങ്ങനെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻ എനിക്ക് അവിടെ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു സമ്പന്തരാമിൻ്റെ പേരാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എന്നാണ് ഈ വിശ്വനാഥ് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറയുന്നത്. രേവതി ബഡി മുഷ്കിൽ ഹേ. എന്തായാലും വളരെ കഷ്ടം തന്നെ. മേം ഗാന നെഹിം ബനാവുകി. ഞാൻ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നില്ല. പഹലെ ആത്മാ ഫിർ പരമാത്മ. ആദ്യം ആത്മാവും പിന്നീട് പരമാത്മാവും. അതായത് അവരുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. ജബ് ശരീർ ടീക് ഹി നെഹിം രഹ്താ തോ ഫിർ ഓർ ക്യാ കരൂങ്ക. എത്ര നേരം എൻ്റെ ശരീരം ശരിയല്ലാതിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്ത് ഇത്രയും ബുദ്ധിമുട്ടിലായിരിക്കുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് ഞാനുള്ളത്, അത്രയ്ക്കും വയ്യ എനിക്ക് എന്നാണ് പറയുന്നത്. വിശ്വനാഥ് ക്യാ കഹേങ്കി കി രാത് പർ ഭൂഖ മാര ബാജാർ സെ കുച്ച് മാങ്ക ദോന. പിന്നെ എന്താ ചെയ്യുക? രാത് പർ ഭൂഖ മാര, രാത്രിയിൽ വിശന്ന് മരിക്കില്ലേ? ബാജാർ സെ കുച്ച് മാങ്ക ദോന, പുറത്തുനിന്ന് എന്തെങ്കിലും, കടയിൽ നിന്ന് എന്തെങ്കിലും, മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം. രേവതി ബാസാർ സെ ക്യാ തും മുഫ്ത് മേ ആ ജായേഗ. മുഫ്ത് മീൻസ് ഫ്രീയിൽ. മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീയിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? 3-4 രൂപയെ സെ കം മേ ക്യാ ഇൻക പേഡ് ഭരേഗ. 3-4 രൂപയിൽ കുറഞ്ഞ് ഇവരുടെ വയറ് നിറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് രൂപേൻ്റെ സാധനമെങ്കിലും വാങ്ങണ്ടേ? പഹലെ തും പൂച്ച്ലോ മേം ബാദ് മേ ഗാന ബനാവുകി. നിങ്ങൾ ആദ്യം ഇവരോട് ചോദിക്കുക ആരാന്ന്, അതിന് ശേഷം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം. ബാബുലാൽ കാ പ്രവേശ് രേവതി കാ ദൂസരി ഓർ സെ ജാന. ബാബുലാൽ അങ്ങോട്ട് എൻ്റർ ചെയ്തു. രേവതി വേറൊരു വഴിയിലൂടെ പുറത്തേക്ക് പോയി. ബാബുലാൽ തബിയത്ത് അബ് ശാന്ത് ഹുയി. ഇപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ശാന്തമായിട്ട് തോന്നുന്നു, സമാധാനം തോന്നുന്നു. ഫിർ ബി പസീനെ സെ നഹ ഗയാഹു. എന്നിട്ട് വീണ്ടും വിയർപ്പ് കൊണ്ട് നനഞ്ഞിരിക്കുന്നു. ന ജാനെ പണ്ഡിറ്റ് ജി ആപ് യഹാം കേസെ രഹത്തെ ഹെ പങ്ക കർത്താ ഹെ. അറിയുന്നില്ലല്ലോ പണ്ഡിറ്റ് ജി, താങ്കൾ എങ്ങനെയാണ് ഈ ചൂടിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്നതെന്ന്. അതും പറഞ്ഞുകൊണ്ട് വീശുകയാണ് കൈ കൊണ്ട്. വിശ്വനാഥ് 8-9 ലാഖ് ആദ്മി ഈ ഷഹർ മേ രഹത്തെ ഹെ. ഇവിടെ ഏകദേശം 8-9 ലക്ഷം ആൾക്കാർ ഇവിടെ ഈ ഒരു നഗരത്തിൽ ജീവിക്കുന്നുണ്ട്. അവർ ഉന്മേം സെ 6-7 ലാഖ് ആദ്മി ഇസി തരഹ് മക്കാനോ മേ രഹത്തെ ഹെ. അതിൽ തന്നെ 6-7 ലക്ഷം ആൾക്കാർ ഇതുപോലെയുള്ള ഞങ്ങൾ താമസിക്കുന്ന ഈ ബിൽഡിംഗ് പോലെയുള്ളതിലാണ് താമസിക്കുന്നത്. ഊപ്പർ ഛത് പർ ഷോർ മച്താ ഹെ ക്യാ ബാത് ഹെ കേസ ജഗഡ ഹെ പ്രമോദ്. ഊപ്പർ മുകളിൽ നിന്ന് റൂഫിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ക്യാ ബാത് ഹെ എന്താണ് പറ്റിയത്? കേസ ജഗഡ ഹെ എന്ത് വഴക്കാണ്? ജഗഡ മീൻസ് എന്ത് വഴക്കാണ് അവിടെ നടക്കുന്നത്? പ്രമോദ് ആക്കർ ഉന്നോനെ ദൂസരി ഛത്ത് പർ ഹാത്ത് ധോ ലിയേ. അദ്ദേഹം രണ്ടാമത്തെ ഛത്തിലാണ് കൈ കഴുകിയത്. പാനി ഫൈൽ ഗയ. അവിടെ പാനി ഫൈൽ മീൻസ് സ്പ്രെഡായി. ഇസ്ലിയെ വഹ് പഡോസ് കി സ്ത്രീ ചില്ലാ രഹി ഹെ. അതായത് അവരുടെ റൂഫിൻ്റെ മുകളിലാണ് ഇദ്ദേഹം കൈ കഴുകി ഒഴിച്ചത്. അതുകൊണ്ട് അവിടുത്തെ സ്ത്രീക്ക് ദേഷ്യം വന്ന് അവരാണ് ചില്ലാ രഹി ഹെ, അവരാണ് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മേനെ കഹ സബേരെ സാഫ് കർ ദേങ്കെ ഇന്നെ മാലും നെഹിംദ. ഞാൻ അവരോട് പറഞ്ഞു, സബേരെ മീൻസ് രാവിലെ, മോർണിംഗിൽ അത് സാഫ് കർണ വൃത്തിയാക്കുക, ക്ലീൻ ചെയ്ത്
തരാം. ഇന്നെ മാലും നെഹിത, ഇവർക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതായത് മുകളിൽ ഏതോ ഒരു ചത്തിൽ ഇവർ കൈ കഴുകി, അത് മറ്റൊരാളുടെ ചത്തായിരുന്നു, നൈബറിൻ്റെ ചത്തായിരുന്നു. അവരാണ് ഒച്ചയുണ്ടാക്കുന്നത്. വിശ്വനാഥ്, തുമ്നെ ക്യൂം നെഹിം ബത്തായ കി ഹാത്ത് ദൂസരി ജഗ ദോ, നീ എന്താ ഇവരോട് പറയാണ്ടിരുന്നത് കൈ വേറെ സ്ഥലത്ത് കഴുകണമെന്ന്? പ്രമോദ്, मैं पानी पीने चला गया था, वहाँ उषा रोने लगी, उस छुपा कराया पानी पिलाया और पंखा जलता रहा. ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോഴവിടുന്ന് ഉഷ കരയുന്ന സൗണ്ട് കേട്ടു. ഉസെ ചുപ് കരായാത, ഞാൻ അവളെ ഒന്ന് സൈലൻ്റ് ആക്കാൻ വേണ്ടി പോയതാണ്, അവളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി പോയതാണ്. അതിനുശേഷം വെള്ളവും കൊടുത്തു. അവർ പങ്കാബി ചൽത്താ രഹത്താത, അവിടെ ഫാനും വീശുന്നുണ്ടായിരുന്നു. വിശ്വനാഥ്, ചലോ കോയി ബാത് നെയ്, ഉൻസെ കഹ് ദോ कि സബേരെ സാഫ് കർ ദേങ്കെ. വിശ്വനാഥ് പറഞ്ഞു, ചലോ കോയി ബാത് നെയ്, സാരമില്ല, ഉൻസെ കഹോ, അവരോട് പറയൂ, സബേരെ സാഫ് കരാ ദേങ്കെ, രാവിലെ കഴുകി വൃത്തിയാക്കി തരാന്ന്. നേപഥ്യമേം, ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, അരേ ബാബു മേരി ധോത്തി ദേ ദേന മേം ബി നഹാലു, ബാബു ബേട്ട എൻ്റെ മുണ്ട് തരൂ, ഞാനും പോയിട്ട് കുളിക്കട്ടെ. ബാബുലാൽ, ലായ ചാച്ച ജാത്താ ഹെ, കൊണ്ടുവരികയാണ് ചാച്ച എന്നതും പറഞ്ഞിട്ട് ധോത്തി എടുക്കാൻ പോവുകയാണ്. പടോസി ക തേജ് സെ പ്രവേശ്, ആ സമയത്താണ് പടോസി അവിടെ പെട്ടെന്ന്, തേജി മീൻസ് സഡൻ ആയിട്ട് എൻ്റർ ചെയ്തത്. പടോസി, ദേഖിയെ സാഹബ് മെഹ്മാൻ ആപ്കെ ഹോങ്കെ മേരാ നെഹിം, നോക്കൂ സാഹബ്, മെഹ്മാൻ താങ്കളുടേതായിരിക്കും, എൻ്റേതല്ല. മേ യഹ് ബർദാഷ് നെഹിം കർ സക്താ ഹെ കി മേരെ ഛത്ത് പർ ഇസ് തരഹ് ഗന്ദാ പാനി ഫൈലായ ജായേ. ദേഖിയെ സാഹബ്, മേനെ മെഹ്മാൻ ആപ്കെ ഹോങ്കെ മേരെ നെഹിം, മെഹ്മാൻ ഗസ്റ്റ് താങ്കളുടേതായിരിക്കും, എൻ്റേതല്ല. എനിക്കിത് ബർദാഷ് നെഹി കർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല, അൺസഫറബിൾ, എനിക്കിത് സഹിക്കാൻ കഴിയില്ല. മേരെ ഛത്ത് പർ ഇസ് തരഹ് ഗന്ദാ പാനി മീൻസ് ഡേർട്ടി പാനി, ഫൈലായ ജായക മീൻസ് സ്പ്രെഡ്, ഒഴുകുക. എൻ്റെ റൂഫിൻ്റെ മുകളിൽ ഇത്രയും വൃത്തികെട്ട, അത്രയും ഡേർട്ടി ആയിട്ടുള്ള വെള്ളം ഒഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. വിശ്വനാഥ്, വാ കൈ ഗളത്തി പോകൈ, ചിലപ്പോഴൊക്കെ തെറ്റ് സംഭവിക്കാറില്ലേ. കൽ സവേരെ സാഫ് കര ദൂങ്ക, നാളെ എന്തായാലും രാവിലെ വൃത്തിയാക്കി ഇട്ടു തരും. പടോസി, ആപ്സെ റോജ് ഹി ഗളത്തി ഹോത്തി ഹെ, താങ്കൾക്ക് എപ്പോഴും, റോജ് മീൻസ് എപ്പോഴും അല്ലെങ്കിൽ എല്ലാ ദിവസവും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. വിശ്വനാഥ്, അഞ്ചാൻ ആദ്മി സെ ഗളത്തി ഹോ ഹി ജാത്തി ഹെ, അഞ്ചാൻ മീൻസ് അറിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ തെറ്റ് പറ്റിയെന്നിരിക്കും, അവിടെ പുതിയ ആളല്ലേ അവരുടെ അടുത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു എന്നിരിക്കും. ഗളത്തി മീൻസ് തെറ്റ്. ഉസെ ക്ഷമ കർ ദേനാ ചാഹിയെ, അവരോട് ക്ഷമിക്കണ്ടേ. കൽസെ ഈസ നെഹി ഹോങ്ക, നാളെ തൊട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. പടോസി, ഹോഗ ക്യൂ നെഹി, എന്തുകൊണ്ടില്ല. രോജ് ഹോഗ, എന്നും ഇത് തന്നെ നടക്കുന്നത്, രോജ് ഹോത്താ ഹേ, എന്നും ഇത് നടക്കാറുമുണ്ട്. അബി ഉസി ദിൻ ആപ്കോ ഏക് ഓർ മെഹ്മാൻ നെ പാനി ഫൈലാ ദിയാദ, ഫിർ വഹ് ഹമാരി ഗാട്ട് ബിജാക്കർ ലേട്ട് ഗയാദ, അതായത് ഒരു ദിവസം താങ്കളുടെ ഒരു ഗസ്റ്റ് വന്നിട്ട് ഞങ്ങളുടെ റൂഫിൻ്റെ മുകളിൽ വെള്ളം മൊത്തം ഒഴിച്ചു, അതിനുശേഷം അവർ വന്നിട്ട് ഞങ്ങളുടെ കട്ടിലെടുത്ത് അവിടെ കിടക്കുകയും ചെയ്തു. വിശ്വനാഥ്, മേനെ സമച്ചാത്തോ ദിയാദ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ഫിർ തോ വഹ് ആദ്മി ഗാട്ട് പർ നെഹിം ലേട്ടാദ, അതിനുശേഷം നിങ്ങളുടെ കട്ടിൽ അവർക്ക് വന്ന് കിടന്നുറങ്ങിയിട്ടില്ലല്ലോ എന്നാണ് വന്നിരിക്കുന്ന നൈബറിനോട് ഇദ്ദേഹം ചോദിച്ചത്. പടോസി, തോ ആക്കെ ഹം ഇത്ന മെഹ്മാൻ ആത്തെ ഹി ക്യൂ ഹേ, താങ്കളുടെ ഇവിടെ മാത്രം എന്താ ഇത്രയും ഗസ്റ്റുകൾ വരുന്നത്. യദി മെഹ്മാൻ ബുലാനെ ഹോ തോ ബഡാസ മക്കാൻ ലോ, നിങ്ങളിങ്ങനെ ഗസ്റ്റിനെ വിളിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു മക്കാൻ, ഒരു ബിൽഡിങ് വാങ്ങിക്ക് കിരായിക്ക്. വിശ്വനാഥ്, യഹ് ബി ആപ്നെ ഗൂബ് കഹാ കി ഇതനെ മെഹ്മാൻ ക്യൂ മാത്താ ഹെ, താങ്കൾ ഇത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ഇവിടുന്ന് ഇത്രയും ഗസ്റ്റുകൾ ഇവിടെ നിന്നാണ് വരുന്നത്. അരേ ബായി മെഹ്മാനോക്കു ക്യാ മേ ബുലാത്താഹു, അരേ ബായി, ഞാനെന്താ ഗസ്റ്റിനെ വിളിച്ചു വരുത്തുന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഗൈർ ആജ് ക്ഷമ കരേം അബ് ആകെ ഏസ നെഹി ഹോങ്ക, എന്തിരുന്നാൽ തന്നെയും നിങ്ങൾ ഇന്ന് ക്ഷമിക്കൂ, മുൻപോട്ടിങ്ങനെ ഒരിക്കലും നടക്കുകയില്ല, സംഭവിക്കില്ല. പടോസി, കഹാ തക് കോയി ക്ഷമ കരെ, എത്ര നേരം ഞാൻ ക്ഷമിക്കും. ക്ഷമ ക്ഷമ, ബസ് ഏക് ഹി ബാത് യാദ് കർ ലി, ക്ഷമ.
ഈ ഒരു വാക്ക് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ക്ഷമ എന്നുള്ള വാക്ക് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പടോസി ചല ജാത്ത ഹെ ദോനോ അതിഥി ആത്ത ഹെ. പടോസി അവിടെ നിന്നിട്ട് നൈബർ അവിടെ നിന്ന് പോയി. ആ സമയത്ത് 2 ഗസ്റ്റുകളും അങ്ങോട്ട് വന്നു. ദോനും ക്യാ ബാത്തേ, എന്തു പറ്റി? വിശ്വനാഥ് കുച്ച് നെയ്യും ആപ് ദോത്തിയം ചജ്ജേ പർ സൂക്കാതെ. ഒന്നുമില്ല, താങ്കൾ എന്താ ധോത്തി അഴയിൽ ഉണക്കാൻ ഇട്ടാലും. നന്നേമൽ സച്ച്മുച്ച് ഹമാരി വജസെ ആപ്കോ ബഡ കഷ്ട ഹുവ. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്, കഷ്ടമുണ്ടാവുന്നുണ്ട്. ഭയ്യ ജറാ പാനി ഓർ പിലാദോ. ഭയ്യ കുറച്ച് വെള്ളം കൂടി കുടിക്കാൻ തരൂ. ഉഫ് ബഡി ഗർമി ഹെ. വളരെ ചൂടാണ്. ഹാം സാഹബ് ഗാനേമേ ക്യാ ദേർദാർ ഹെ. അതായത് ഭക്ഷണത്തിനായിട്ട് എന്താണ് ഗാനേമേ ക്യാ ദേർദാർ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ഇനി എത്ര നേരം എടുക്കും. ബാത് യഹ്ഹേക്ക് നീന്ത് ബഡേ ജോർസെ ആത്താ ഹെ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം ഉറക്കം വരുന്നു എന്നാണ് പറയുന്നത്. ചജ്ജ എന്ന് പറഞ്ഞാൽ ബാൽക്കണി എന്നാണ് കേട്ടോ. വിശ്വനാഥ് ദേക്കിയെ മേം ആപ്സെ ഏക് ദോ ബാത് പൂച്ച്ന ചാഹത്താവും. വിശ്വനാഥൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, ഞങ്ങൾക്ക് താങ്കളോട് അല്പം കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നന്നേമൽ ഹാം പൂച്ചിയെ മാലും ഹോത്ത ആപ്നെ ഹമേ പേച്ചാൻ നഹി ഹെ. ചോദിക്കൂ, ഞങ്ങൾക്കറിയാം താങ്കൾ എന്താ ചോദിക്കുന്നതെന്ന്. താങ്കൾക്ക് ഞങ്ങളെ പേച്ചാൻ നഹി ഹെ, മനസ്സിലായില്ല അല്ലേ വിശ്വനാഥ്? ജി ഹാ, ശരിയാണ്. ബാത് യഹ്ഹേക്ക് ബിജനൗർ ഗയാത്തോ ആവശ്യവും പർ ബഹുത് ദിൻ ഹോഗെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ബിജനൗറിൽ പോയിട്ടുണ്ട്, പക്ഷെ അതൊരുപാട് വർഷം മുമ്പാണ്. നന്നേമൽ തോ ക്യാ ഹർജ് ഹെ. അതുകൊണ്ട് എന്താണ് പ്രശ്നം? കബി കബി ഏസാ ബി ഹോ ജാത്താ ഹെ. ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? ഹം തോ ആപ്കോ ജാൻതെ ഹെ, കൈ ബാർ ആപ്കോ ദേഖാ ബി ഹെ. ഞങ്ങൾക്ക് താങ്കളെ അറിയാം, താങ്കളെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുമുണ്ട്. ബാബുലാൽ ലാല ബാനാമൽ കി ലഡ്കി കി ഷാദി മേം ആപ് നജീബാബാദ് മേ ഗയതേ. താങ്കൾ ലാല ബാനാമലിൻ്റെ പെൺകുട്ടിയുടെ ഷാദി, അവരുടെ കല്യാണത്തിനായിട്ട് നിങ്ങൾ നജീബാബാദിൽ പോയിരുന്നില്ലേ? നന്നേമൽ അരെ ദൂർ ക്യൂം ജാത്താ ഹോ, അഭി പിछले साल आप മുറാദാബാദ് ഗയതേ. അത് പഴയ കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ വർഷം താങ്കൾ മുറാദാബാദിൽ പോയിരുന്നില്ലേ? വിശ്വനാഥ് हाँ पिछला साल में लखनऊ जाते हुए 2 दिन के लिए ജഗദീഷ് പ്രസാദ് കെ പാസ് മുറാദാബാദ് ठहरा था. കഴിഞ്ഞ വർഷം ഞാൻ ലക്നൗവിൽ പോവുകയും അവിടെ കുറച്ച് ദിവസം ജഗദീഷ് പ്രസാദിൻ്റെ അടുത്ത് മുറാദാബാദിൽ സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്നു. നന്നേമൽ സേട്ട് ജഗദീഷ് പ്രസാദ് കെ ഹംനെ ആപ്കോ ദേഖാ താ. ഞങ്ങൾ സേട്ട് ജഗദീഷ് പ്രസാദിൻ്റെ അവിടെ ഞങ്ങൾ താങ്കളെ കണ്ടിട്ടുണ്ട്. ബാബുലാൽ ഉൻകി ആട്ടെ കി മിൽ ഹെ, ക്യാ കഹനെ ഹെ ഉൻകെ ബഡേ ആദ്മി ഹെ, ഹം ഉൻകി റിശ്തേദാർ ഹെ. ബാബുലാൽ പറയാണ്, അദ്ദേഹത്തിന് ആട്ടയുടെ മില്ലുണ്ട്. ക്യാ കഹനെ ഹെ ഉൻകെ ബഡേ ആദ്മി ഹെ. എന്തു പറയാനാണ്, വളരെ വലിയൊരു മനുഷ്യനാണ്. ഹം ഉനിക്കെ റിശ്തേദാർ ഹെ. റിശ്തേദാർ മീൻസ് റിലേഷൻ, ഞങ്ങൾ അയാളുടെ റിലേഷനാണ്. വിശ്വനാഥ് പർ ഉൻകാ തോ പ്രസ് ഹെ. അദ്ദേഹത്തിന് ആട്ടയുടെ മില്ലല്ലല്ലോ, അദ്ദേഹത്തിന് പ്രസ്സാണല്ലോ ഉള്ളത്. നന്നേമൽ പ്രസ് ബി ഹോഗ. പ്രസ്സും ഉണ്ടായിരിക്കും. ഉൻകി ഏക്ക് ബഡി മിൽ ബി ഹെ. അദ്ദേഹത്തിന് ഒരു വലിയൊരു മില്ലുമാണ്. അബ് ഏക്ക് ഓർ ഗന്നേക്ക് മിൽ മേ ബിജനൗർ മേ ഗുൽ രഹി ഹെ. ഇപ്പോൾ ഒരു ഗന്നെ മീൻസ് ഒരു ഭക്ഷണം ആട്ട പോലെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഗന്നേക്ക് മിൽ ഹെ. ഇപ്പോൾ അവിടെ ഒരു ഗന്നയുടെ മില്ലും ബിജനൗറിൽ അദ്ദേഹം തുറക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് മില്ലുമുണ്ട്, പ്രസ്സുമുണ്ട്. ബാബുലാൽ അകലെ മഹീനെ തക് കുൽ ജായേഗി. മിക്കവാറും അടുത്ത മാസമാകുമ്പോഴത്തേക്കും അത് ഓപ്പൺ ചെയ്യും. ഹാം ഭയ്യ പാനി ലേ ആവോ ലേ ചാച്ച പെഹലെ തും പീലോ. ഭയ്യ കുറച്ച് വെള്ളം കൊണ്ടൊരു. ചാച്ച ഇതാ, വെള്ളം ഇങ്ങ് തരൂ. ചാച്ച ഇതാ, താങ്കൾ ആദ്യം കുടിച്ചോളൂ. വിശ്വനാഥ് തോ ആപ് കോയി ചിട്ടി വിട്ടി ലായേ ഹേ. അങ്ങനെയാണെങ്കിൽ താങ്കൾ അദ്ദേഹത്തിൻ്റെ കത്തുകൾ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ദോനോ സകബ് പക്കാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകബ് പക്കാക്കർ മടിയോടുകൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹെസിറ്റൻലി. ചിട്ടി തോ നെഹില്ലായെ. ചിട്ടിയോ കത്തോ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ. നന്നേമൽ
संबंध राम ने कहा था कि स्टेशन से उतरकर सीधे रेलवे रोड चले जाना, वहाँ कृष्ण गली में भी वह रहते हैं. സംബന്ധരാമൻ ഞങ്ങളോട് പറഞ്ഞത് സ്റ്റേഷൻ്റെ അങ്ങോട്ട് നേരെ പോകും, അവിടെ റെയിൽവേ റോഡിൻ്റെ അങ്ങോട്ടേക്ക് പോകും, അവിടെ ഒരു കൃഷ്ണ ഗലി, കൃഷ്ണ സ്ട്രീറ്റ് ഉണ്ട്, അവിടെയാണ് അവർ താമസിക്കുന്നതെന്നാണല്ലോ ഞങ്ങളോട് സംബന്ധരാം പറഞ്ഞത് വിശ്വനാഥ്. പർ കൃഷ്ണ ഗലി തോ യഹം ചെയ്യേ, ഇവിടെ കൃഷ്ണ ഗലി എന്നത്, കൃഷ്ണ സ്ട്രീറ്റ് എന്നത് ഇവിടെ 6 തന്നെയുണ്ട്. കോൺസി ഗലിമേം പത്തായാത, ഏത് ഗലിയാണെന്ന്, ഏത് സ്ട്രീറ്റാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നോ? നന്നേമൽ ചെയ്യേ, 6 ഉണ്ടോ? ബഹുത്ത് ബഡ ഷഹർ ഹേ സാഹബ്, വളരെ വലുതാണല്ലോ സാഹബ്. ഹമേൻ തോ യഹ് മാലും നെഹി ഹെ, ഞങ്ങൾക്കെന്നാ ഇതറിയില്ലായിരുന്നു. ഷായദ് പത്തായ ഹോ യാദ് ഹി നെഹിം ഹെ, പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഓർമ്മയില്ല. വിശ്വനാഥ് ഗീച്ചിക്കർ ജിസ്കെ യഹാം ആക്കോ ജാനാ ഹെ ഉസ്ക നാം ഭി തോ പതാ ഹോഗ, നിങ്ങൾക്കിവിടെ ആരാണോ അറിയുന്നത്, നിങ്ങളിവിടെ ആരുടെ അടുത്തേക്കാണോ വന്നത്, അവരുടെ പേരെങ്കിലും പറയാമോ? ബാബുലാൽ ക്യാ നാം ദാ ചാച്ച, നന്നേമലിനോട് ചോദിക്കുകയാണ് എന്തായിരുന്നു ചാച്ച പേര്? നന്നേമൽ നാം തോ യാദ് നെഹി മാതാ, ജറ ടഹരിയെ സോച്ച് ലോ, പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു നിമിഷം നിൽക്കൂ, ആലോചിക്കട്ടെ. ബാബുലാൽ അരേ ചാച്ച കവിരാജ് യാ കവി പത്തായാത, കവിരാജ് എന്നോ കവി എന്നോ ഒറ്റയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. ഉസ് സമയം നെഹിദ, ഞാൻ അവിടെ ഇല്ലായിരുന്നു. സാമാൻ ലേനെ ഗർ ഗയാത, സാധനങ്ങൾ എടുക്കാൻ വീട്ടിൽ പോയിരുന്നു. തുമി നെ റെയിൽമേം പത്തായാത, നിങ്ങൾ എന്നോട് ട്രെയിനിലിരിക്കുമ്പോൾ പറഞ്ഞതാണ്. നന്നേമൽ ഹാം സാഹബ് കവിരാജ് പത്തായാത, ആപ് തോ ബേക്കാർ ഷക്മേം പടേ ഹെ, ആ സാഹബ് കവിരാജ് എന്നാണ് പേര് പറഞ്ഞത്, താങ്കൾ എന്തോ ഒരു ഡൗട്ടിലാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് തോന്നുന്നു. ഹം കോയി ചോർ തോടി ഹേക്യ, ഞങ്ങൾ കള്ളനൊന്നും അല്ല കേട്ടോ, കള്ളന്മാരൊന്നും അല്ല കേട്ടോ. ബാബുലാൽ പറയാണ് ചോർ ചിപ്പേ തോടി ഹി രഹത്തെ ഹേ പണ്ഡിറ്റ് ജി, കള്ളന്മാരാണെങ്കിൽ ഒളിച്ച് താമസിക്കില്ലേ പണ്ഡിറ്റ് ജി. ക്യോ ബതായേ ഹമാരെ ഘർ ചൽക്കർ ദേഖ്ലേ തോ പതാ ലഗാഗി ഹംബി, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊന്ന് പോയി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, ഞങ്ങൾ എത്ര റിച്ച് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം എന്നാണ് ബാബുലാൽ പണ്ഡിറ്റ്ജിയോട് പറയുന്നത്. വിശ്വനാഥ് ലേക്കിൻ മേ കവിരാജ് തോ നെഹി ഹൂം, പക്ഷെ ഞാൻ കവിരാജ് അല്ലല്ലോ. ദോനും ചില്ലാക്കർ തോ കവി ഹി പത്തായ ഹോഗ സാഹബ്, കവി എന്നല്ലേ പറഞ്ഞത് സാഹബ്, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്. നന്നേമൽ ഹമേ യാദ് നെഹിം ആ രഹാ ഹെ, ഹം തോ जो पता दिया था उसी के सहारे आ गया है. हमें याद नहीं आ रहा है, ഞങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല. ഹമേൻ തോ ജോ പത്താ ദിയാദ, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഉസിക്കെ സഹാരെ ആകെ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുക എന്നാണ്. നീച്ചെ ആവാസ് ലഗായി അവർ ആപ് മിൽഗേ, ഞങ്ങൾ താഴെ നോട്ട് വിളിച്ചപ്പോൾ താങ്കളാണ് താഴേക്ക് വന്നത്. ഊപ്പർ ചടുകായി, അതിനുശേഷം ഞങ്ങൾ മുകളിലേക്ക് വന്നു. പെഹലെ ഹംനെ സോച്ച ഹോട്ടൽ യാ ധർമ്മശാലാമേ ടഹർ ജായും, ഫിർ സോച്ച ഗർ കെ ഹി ഹോത്തെ ഹിം, ചലോ ഗർ ഹി ചലേം, ആദ്യം ഓർത്ത് ഞങ്ങൾ ഹോട്ടലിലോ വല്ല ധർമ്മശാലയിലോ താമസിക്കാമെന്നാണ്, പിന്നീടാണ് ഇവിടെ ചിന്തിച്ചത് ഇവർക്ക് വീടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് പോകാമെന്ന് ചിന്തിച്ച് പിന്നീടാണ്. വിശ്വനാഥ് ജിൻകെ യഹാം ആക്കോ ജാനാദ വഹ് കാം ക്യാ കർത്താ ഹെ, നിങ്ങൾ വന്നയാളുടെ ജോലി എന്താണെന്നറിയാമോ? നിങ്ങൾ വന്നയാളുടെ അയാളുടെ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയാമോ? നന്നേമൽ കാം ക്യാ കാം പത്തായാതാ ബാബു, എന്ത് പേരാണ് പറഞ്ഞത് ബാബു? ബാബുലാൽ മേരെ സാമനെ തോ കോയി ബാത്ത് ഹി നെഹിം ഹുയി, എൻ്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളൊരു സംസാരവും നടത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. മേൻ തോ സാമാൻ ലേനെ ചലാ ഗയാത, ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ആപ് തോ പണ്ഡിറ്റ് ജി ഷായദ് വൈദ്യ ഹെ, എനിക്ക് തോന്നുന്നു പണ്ഡിതി ചിലപ്പോൾ വൈദ്യനായിരിക്കുമെന്ന് തോന്നുന്നു, ഒരു ഡോക്ടറായിരിക്കുമെന്ന് തോന്നുന്നു. നന്നേമൽ ഹാം യാദായ ബതായ ദ വൈദ്യ ഹെ, ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്, അദ്ദേഹം ഒരു വൈദ്യനാണ് എന്നാണ് പറയുന്നത്. വിശ്വനാഥ് പർ മേ തോ വൈദ്യ നെഹി ഹൂ, പക്ഷെ ഞാൻ വൈദ്യനല്ലല്ലോ. പ്രമോദ്, വിശ്വനാഥിൻ്റെ മകൻ അപ്പോൾ പറയാണ് പിച്ചലി ഗലിമേക്ക് കവിരാജ് വൈദ്യ രഹത്തെ ഹെ, പുറകിലുള്ള ഗലി മീൻസ് സ്ട്രീറ്റിൽ ഒരു കവിരാജ് ഡോക്ടർ താമസിക്കുന്നുണ്ട്. വിശ്വനാഥ് ഹാ ടീക്കെ കഹി ആപ്പ് കവിരാജ് രാംലാൽ വൈദ്യക്കെ യഹാം തോ നെഹിം ആയേ ഹെ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് രാംലാൽ വൈദ്യൻ്റെ അടുത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ദോനോം ഉച്ചൽക്കർ അരേ ഹാ വഹി തോ കവിരാജ് രാംലാൽ, രണ്ടുപേരും ചാടി എണീറ്റിട്ട് പറഞ്ഞു
അത് തന്നെ കവിരാജ് രാംലാലിൻ്റെ എന്നാണ് പറഞ്ഞത്. വിശ്വനാഥ് ഷായത് വഹ് ഉദർക്കെ ഹി ബി, ചിലപ്പോൾ അദ്ദേഹം അവിടുത്തേതായിരിക്കാം. നന്നേമൽ ടി കെ സാഹബ്, ടി കെ വഹി ഹെ, ശരിയാണ് സാഹബ്, അദ്ദേഹം തന്നെയാണ്. मैं भी सोच रहा था कि आप ना संबंध राम को जानते हैं ना जगदीश प्रसाद को, प्रमोद से कहा है उन कविराज का घर. എനിക്ക് ശരിയാണ് സാഹബ്, അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ്. രാംലാൽ വൈദ്യൻ്റെ അടുത്താണ് ഞങ്ങൾ വന്നത്. ഞാനും ആലോചിക്കുകയായിരുന്നു, താങ്കൾക്കൊരു സംബന്ധരാമിനെ അറിയില്ല, ഒരു ജഗദീഷ് പ്രസാദിനെ അറിയില്ല എന്ന് ഞാനും ആലോചിച്ചായിരുന്നു. എന്നിട്ട് പ്രമോദിനോട് ചോദിക്കുകയാണ്, കഹാ ഹെ ഉൻ കവിരാജ് ക ഘർ, ആ കവിരാജിൻ്റെ വീട് എവിടെയാണെന്ന് പറയാമോ? വിശ്വനാഥ് ജാവോ ഇനി മുൻക മക്കാൻ ബത്താദോ മേം ഭീതർ ഹോ ആവും, ഒന്ന് അങ്ങോട്ട് ചെല്ല്, നീ ഇവരുടെ മക്കാൻ ബിൽഡിംഗ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും, ആ രാംലാലിൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും, ഞാൻ അകത്തുനിന്നും വരാം. തോന്നും ചലോ ജൽദി ചലോ ഭയ്യ അച്ഛാ സാഹബ് രാം രാം, രണ്ടുപേരും ഇറങ്ങിക്കൊണ്ട് പറയാണ് ചലോ ചലോ ജൽദി ചലോ ഭയ്യ, അങ്ങനെയാണെങ്കിൽ വേഗം പോവാം. എന്നിട്ട് വിശ്വനാഥിനോട് പറയാണ് അച്ഛാ സാഹബ് രാം രാം. വിശ്വനാഥ് ഭീതർ സേഹി, അകത്ത് നിന്നിട്ട് പറയാണ് രാം രാം. രേവതി അബ് ജാൻമേ ജാനായി, ഇപ്പോഴാണ് എനിക്കൊരു ജീവൻ വന്നത്. ഹായ് സിർ ഫട്ട് ജാ രഹാ ഹെ, എന്നാൽ പോലും എനിക്ക് തല വെട്ടിപ്പൊളിക്കുന്നു. നീച്ചേസെ ആവാസ് ആത്തി ഹെ, താഴെ നിന്നിട്ട് ഒച്ച കേൾക്കുന്നുണ്ട്. നേപത്യമേ, പശ്ചാത്തലത്തിൽ. ഭലെ ആദ്മി ന ജാനെ കഹാ മക്കാൻ ലിയാ ഹെ, ഢൂണ്ട്തെ ഢൂണ്ട്തെ ആദി രാത് ഹോ ഗയി ഹെ, ഈ മനുഷ്യനെ എവിടെ കൊണ്ടുപോയിട്ട വീട് കെട്ടി വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. തിരഞ്ഞ് മനുഷ്യൻ്റെ രാത്രി ഫുള്ളും പോയിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ അർദ്ധരാത്രിയായി. രേവതി ഫിർ പ്രസന്ന ഹോക്കർ, രേവതിക്ക് വളരെ ഹാപ്പിയായി. അരെ അരെ ഭയ്യ ഹേ, നോക്കൂ ഭയ്യ വന്നിരിക്കുന്നു. ആവോ ആവോ തും തോ ഖബർ ബി നാ ദി, നിങ്ങൾ വരുന്ന ഒരു വാർത്ത പോലും പറഞ്ഞില്ലല്ലോ. ഖബർ മീൻസ് നിങ്ങൾ വരുന്ന ഒരു കാര്യം ന്യൂസ് എന്നോട് പറഞ്ഞില്ലല്ലോ. ആഗം തുങ്ക് രേവതി ദോനോ മിൽത്തേ ഹെ വിശ്വനാഥ് സെ, രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു. പിछले 4 घंटे से बराबर मकान गोज रहा हूँ, क्या मेरा तार नहीं मिला, ഞാൻ കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് മക്കാൻ ബിൽഡിംഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കത്ത് നിങ്ങൾക്ക്, താർ മീൻസ് എൻ്റെ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയില്ലേ? വിശ്വനാഥ് നെഹിത്തോ, ഇല്ലല്ലോ. കബ് താർ ദിയാദ, എപ്പോഴാണ് നിങ്ങൾ ലെറ്റർ തന്നത്? ആഗം തുങ്ക് കൽഹി തോ ജാൻസി പർ ദിയാദ, ഞാൻ ഇന്നലെ ജാൻസിയിൽ നിന്ന് ഇട്ടായിരുന്നു. സോച്ചാദാക്കി ടീക് സമയം പർ മിൽ ജായേഗ, നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയായ സമയത്ത് തന്നെ കിട്ടുമെന്ന് ഞാൻ ഓർത്തു. ഓ ബഡി പരേശാനി ഹുയി, വളരെയധികം കഷ്ടപ്പെട്ടു ഞാൻ. രേവതി ലോ കപ്പടെ ഉദാർ ഡാലോ, ഡ്രസ്സിങ് അഴിച്ചു തരൂ. പങ്ക കർത്തിഹു, ഞാൻ ഫാൻ ഓൺ ചെയ്യാം. അരെ പ്രമോദ് ജാ ജൽദി സെ ബറഫ് തോ ലാ, മാമാജിക്കോ ടണ്ട പാനി പില, പ്രമോദിനോട് പറയാണ്. ഇപ്രാവശ്യം വന്ന ആഗന്തുങ്ക് രേവതിയുടെ ബ്രദറാണ്. രേവതിയുടെ ബ്രദറിനോട് പറയാണ്, താങ്കൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യൂ, ഫാൻ ഓണാക്കിയിടും. എന്നിട്ട് പ്രമോദ് രേവതിയുടെ മകനോട് പറയാണ്, എവിടെയെങ്കിലും പോയിട്ട് ഐസ് കൊണ്ടുവാ. മാമാജിക്കോ ടണ്ട പാനി പില, മാമാജിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി. ഓർ ദേഖ് നുക്കട്ട് പർ ഹൽവായിക്ക് ദുക്കാൻ ഗുലി ഹേത്തോ, അവിടെ എവിടെയെങ്കിലും ഹൽവേൻ്റെ ദുക്കാൻ തുറന്നിട്ടുണ്ടോയെന്നും കൂടി ഒന്ന് നോക്കണം. ആഗം തുങ്ക് ബായി ബഹുത്ത് ബഡാ ഷഹറെ, വളരെ വലിയ ഷഹറാണ്. ബഹുത്തോ കഹോ മേം ബി ടൂണ്ട് കർ ഹി രഹ നെഹിം തോ ന ജാനെ കഹാം ഹോട്ടൽ യാ ധർമ്മശാല ബെ രഹന പടുത്താ ഹെ, ഞാനിവിടെ അന്വേഷിച്ച് തിരഞ്ഞറിഞ്ഞ് മടുത്തു. എന്നിട്ട് ഞാൻ ഓർത്തു എവിടെയെങ്കിലും ഹോട്ടലിലോ ധർമ്മശാലയിലോ കിടക്കേണ്ടി വരുന്നു. ബഡി ഗർമി ഹെ, വളരെ ചൂടാണ്. ജരാ ബാത്റൂം ജാനാ ചാഹത്താ ഹോ, എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണം. വിശ്വനാഥ് ഹം ആവശ്യ ഹെ സാമനെ ചലേ ജായിയെ, താങ്കൾ തീർച്ചയായും മുന്നോട്ട് നടന്നോളൂ, അവിടെ ബാത്റൂം ഉണ്ട്. ആഗന്തുങ്ക് ഏക് ബാർ തോ ജി മേം ആയാക്കി സാമനെ ഹോട്ടൽ മേം ടെഹർ ജാവും, ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുന്നിൽ ഹോട്ടലിൽ നിന്നേനെ. ഷായദ് രാത് കോ ആപ് ലോഗോं को कोई कष्ट हो, ഞാൻ ഈ രാത്രിയിൽ നിങ്ങളെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു, ഒരു ഹോട്ടൽ എടുത്ത് അവിടെ നിന്നേനെ.
രേവതി ഏസാ ക്യോ സോച്താ ഹോ കഷ്ട കാഹേക്ക, അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് കഷ്ടം തോന്നാനാ. യഹ് തോ ഹം ലോഗോं का കർത്തവ്യത, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ താങ്കളെ സ്വീകരിക്കുക എന്നുള്ളത്. അച്ഛാ തും തയ്യാർ ഹോ മേ ഖാന ബനാത്തി ഹും, നിങ്ങൾ റെഡിയാവും, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിത്തരാം. ആഗന്തുക് ബൈ ദേക്കോ ഈ സമയം ഗാന വാന രഹ്നെ ദോ, നോക്കൂ ഈ സമയത്ത് ഭക്ഷണമൊന്നും വേണ്ട, വിട്ടേക്ക്. മേ പാനി പീക്കർ സോ ജാऊंगा, ഞാൻ വെള്ളം കുടിച്ച് ഉറങ്ങിക്കോളാം. വൈസെ മുझे ഭൂക്ക് ഭി നഹി, അതുപോലെ തന്നെ എനിക്ക് വിശക്കൊന്നുമില്ല. രേവതി ജാതി ഹുയി ലൗട്ട്കർ, അങ്ങോട്ട് പോയ രേവതി തിരിച്ചു വന്നു. ലൗട്ട്കർ മീൻസ് തിരിച്ചു വന്നു. കേസി ബാത് കർത്തേ ഹി ഭയ്യ, താങ്കൾ എന്ത് വർത്താനാണ് ഭയ്യ പറയുന്നത്. മേ അഭി ഗാന ബനാത്തി ഹും, ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരും. ആഗം തുങ്കി ഇത്തനി ഗർമി മേം രഹനെ ദോന, ഇത്രയും ചൂടിലോ, വിട്ടേക്കൂ. വിശ്വനാഥ് തും നഹാനെ തോ ജാവോ, താങ്കൾ കുളിക്കാൻ പോകൂ. ആഗന്തുങ് ജാത്ത ഹെ, ആഗന്തുങ് അവിടെ നിന്ന് പോയി. രേവതി സെ, രേവതി വിശ്വനാഥ് രേവതിനോട് ചോദിച്ചു. കഹോ അബ്, ഇപ്പോൾ പറ. രേവതി അബ് ക്യാ, മേ ഗാന ബനാവുങ്കി ഭയ്യ ഭൂക്കെ നെഹിം സോ സക്ത ഹെ, ഇനി എന്ത് പറയാനാ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, എൻ്റെ സഹോദരൻ ഒരിക്കലും വിശന്ന് കിടന്നുറങ്ങരുത് എന്ന് പറയുകയാണ് യവനിക. അതും പറഞ്ഞുകൊണ്ട് കർട്ടൻ താഴ്ന്നു. ഉദയശങ്കർ ഭട്ട് ലേഖക് സെ പരിചയം. അഭി ആപ്നെ ജോ ഏകാംഗി പടി, അതായത് താങ്കൾ ഇപ്പോൾ ഒരു നാടകം വായിച്ചു. ഉസ്കെ ലേഖക് ഹെ, അതിൻ്റെ ലേഖകനാണ് ഉദയശങ്കർ ഭട്ട്. ഇൻകാ ജന്മ ഉത്തർപ്രദേശെ ഇറ്റാവ മേ ഹുവാ ഥാ, അദ്ദേഹത്തിൻ്റെ ജന്മം ഉത്തർപ്രദേശിലെ ഇറ്റാവ ജില്ലയിലായിരുന്നു. പരിവാർ മേ സാഹിത്യക് വാതാവരൺ ഥാ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബത്തിൽ തന്നെ ലിറ്ററേച്ചറിൻ്റെ ഒരു എൻവിയോൺമെൻറ്റ് ഉണ്ടായിരുന്നു. ഇസ്ലിയെ ഇൻകി സാഹിത്യമേം അധിക് രുചി ഥി, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ കാണപ്പെടാമായിരുന്നു. ഇന്നോനെ റേഡിയോ കേലിയ അനേക് നാടക് ലിഖെ, അദ്ദേഹം റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. സാത്ത് ഹി നാടകവും തഥ ഫിലിമും അഭിനയ ബി കിയാത, അതുപോലെ തന്നെ നാടകത്തിലും കുറച്ച് ഫിലിമുകളിലും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നോനെ കവിത और ഉപന്യാസ് ബി ലിഖെ ഹെ, ഇദ്ദേഹം കവിതയും എസ്സേയും എഴുതിയിട്ടുണ്ട്. ലേക്കിൻ നാടക് വ ഏകാംഗി കെ ക്ഷേത്ര മേം ഇൻമേം വിശേഷ പ്രസിദ്ധി മിലി, എന്നാൽ നാടകത്തിലോ അല്ലെങ്കിൽ രണ്ടും, ഏകാംഗി എന്ന് പറഞ്ഞാൽ നാടകം തന്നെയാണ്, നാടകത്തിൽ ആ ഒരു ഫീൽഡിൽ ഇദ്ദേഹത്തിനൊരു വിശേഷ പ്രസിദ്ധി, ഒരു പ്രത്യേക പോപ്പുലാരിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇൻകാ ലോക് പർലോക് ഉപന്യാസ് और पर्दे के पीछे ഏകാംഗി സംഗ്രഹ ബഹുത്ത് ചർച്ചിത് ഹെ, അദ്ദേഹത്തിൻ്റെ ചർച്ചിത് മീൻസ് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കഥാ സംഗ്രഹങ്ങളാണ് ലോക് പർലോക് और पर्दे के पीछे. ലോക് പർലോക് എന്നത് ഉപന്യാസവും പർദയ്ക്ക് പീച്ചെ എന്നുള്ളത് ഒരു ഏകാംഗി ഡ്രാമയുമാണ്. ഇത് രണ്ടും പോപ്പുലറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശേഖരങ്ങളാണ്, കളക്ഷൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും മടിക്കരുത്. ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലായിട്ട് ഞാൻ കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.